ആരാധിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേപോലെ മറ്റാരുമില്ല, അങ്ങേപോലെ മറ്റാരുമില്ല. അവിടുത്തെ വലിയ കരുണ ഈ നിമിഷം ഞങ്ങളിലേക്ക് വ്യാപരിച്ചൊഴുകി ഇറങ്ങുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ശക്തമായ അഭിഷേകം ഞങ്ങളുടെ ഇടയിലേക്ക് വെളിപ്പെടുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ അൺഫെയിലിംഗ് ലവിനായി, അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാല 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുടന്തരെ സൗഖ്യമാക്കിയ, ചെകിടരെ സൗഖ്യമാക്കിയ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ ഈശോയുടെ ആ കൃപ ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുന്നതിനായി നന്ദി പറയും. മുടന്തരെ സൗഖ്യമാക്കിയ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ, ചെകിടരെ സൗഖ്യമാക്കിയ യേശുവിന്റെ കൃപ ഞങ്ങളുടെ ഇടയിൽ ശക്തമായി നിമിഷം വ്യാപരിച്ചിറങ്ങുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ വലിയ അഭിഷേകത്തിന്റെ ഒരു നീരുറവ തന്നെ ഇന്ന് രാത്രി ഞങ്ങളുടെ ഇടയിലേക്ക് അയക്കപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, ആരാധന. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഈശോ കുരിശിൽ സകലതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഈശോ കുരിശിൽ സകലതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എല്ലാം ഈശോയുടെ മരണത്തിലൂടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഈ ഒരു കാര്യം പറയാൻ യൗസപിതാവിന്റെ ഹൃദയത്തിന്റെ ഒരു വലിയ സ്വപ്നമാണ് നമ്മളിലൂടെ പൂർത്തിയാക്കപ്പെടുന്നത്. നമ്മൾ യൗസപിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ തിരുമണിക്കൂറിൽ ഉണ്ണിയായ യേശുവിനെ കരങ്ങളിൽ എടുത്ത നിമിഷം മുതൽ യൗസപിതാവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കത്തിജ്വലിക്കപ്പെട്ടത് ഈ ഒരു മൊമെന്റാണ്. കാരണം സ്വർഗത്തിന്റെ സ്വപ്നം എന്തായിരുന്നു? ഭൂമിയിലുള്ള സകല മനുഷ്യരും വീണ്ടെടുക്കപ്പെടണം. അതിനുവേണ്ടി ഒരു വിത്ത് വിതയ്ക്കുന്ന പോലെ, അതായത് ദൈവപിതാവിന് ഏറ്റവും വേണ്ടപ്പെട്ടത് എന്താണോ ആ വേണ്ടപ്പെട്ടതിനെ നമുക്ക് വേണ്ടി വിതയ്ക്കുവാൻ. യൗസപിതാവിന് ഏറ്റവും വേണ്ടപ്പെട്ട ആള്, യൗസപിതാവ് ഏറ്റവും സ്നേഹിച്ചതും, യൗസപിതാവ് ഇതുപോലെ കരുതി, അല്ലെ, നമ്മളൊരു കൊച്ചിനെ ലാളിക്കുകയും കരുതുകയും ഒക്കെ ചെയ്ത് അതിനെ വളർത്തിക്കൊണ്ട് വരുന്നത് ഓർത്ത് നോക്കിക്കേ. അതുപോലെ യൗസപിതാവ് ഈശോനെ വളർത്തിക്കൊണ്ട് വന്ന ആ ഈശോ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെ പാപപരിഹാരത്തിനായി ബലിയായി തീരുക. അപ്പൊ ആ ബലി അർപ്പിക്കപ്പെടുകയാണ്. മോറിയാമല ചവിട്ടി അബ്രാഹം കടന്നുപോയപ്പോൾ അബ്രാഹം മോറിയാമല ചവിട്ടി പിതാവാൻ ദൈവത്തിന്റെ ആ ഒരു ശബ്ദത്തിന് ഉത്തരവ് ശിരസ വഹിച്ചുകൊണ്ട് ആ മല ചവിട്ടി കയറുന്ന സമയത്ത് അബ്രാഹത്തിന്റെ ഉള്ളില് വല്ലാത്തൊരു നീച്ചലുണ്ടായിരുന്നു. വല്ലാത്തൊരു നീറുന്ന വേദന അബ്രാഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാകും. കാര്യമൊക്കെ ശരിയാ, ദൈവമാണ് മകനെ തന്നത്, ഇസ്ഹാക്കിനെ തന്നത് ദൈവം തന്നെയാണ്, വാഗ്ദത്തം നിവർത്തിച്ചത് ദൈവം തന്നെയാണ്, ഇസ്ഹാക്കിനെ നൽകി. പക്ഷെ ആ ഇസ്ഹാക്കിനെ ബലിയായി നൽകണമെന്ന് ദൈവം പറഞ്ഞപ്പോഴത്തേക്കും, ദൈവം ആവശ്യപ്പെട്ടപ്പോഴേക്കും ഏതപ്പന്റെ ഹൃദയവും വേദനിക്കുന്ന പോലെ തന്നെ കാത്തിരുന്ന് കിട്ടിയ ആ കൊച്ചിനെ നഷ്ടപ്പെടുന്ന കാര്യം ഓർത്തപ്പോൾ ഈ അപ്പന്റെ ഹൃദയം കലങ്ങി മറിഞ്ഞു വല്ലാത്ത ഒരു വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ എബ്രാഹത്തെ വിളിക്കുന്നത് വിശ്വാസികളുടെ പിതാവെന്നാണ്, അല്ലെ? വിശ്വാസികളുടെ പിതാവെന്നാണ് അബ്രാഹത്തെ വിളിക്കുന്നത്. നമുക്ക് യൗസപിതാവിനെ എന്താ വിളിക്കാൻ പറ്റുന്നത്? അബ്രാഹത്തെ നോക്കി വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുമ്പോൾ അവിടെ അബ്രാഹത്തിന് സ്വന്തം പുത്രൻ നഷ്ടപ്പെടുന്നില്ല വാസ്തവത്തിൽ. ഹല്ലേലൂയ. അബ്രാഹത്തിന് സ്വന്തം പുത്രൻ അവിടെ നഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അബ്രാഹത്തിന് സ്വന്തം പുത്രനെ ദൈവം തിരികെ മടക്കി കൊടുക്കുകയാണ്. എങ്കിലും ദൈവത്തോടുള്ള തൻ്റെ തീക്ഷ്ണതയോടും തൻ്റെ ആ വിശ്വാസത്തെയും പ്രതി ആ മകനെ ബലിയർപ്പിക്കുവാൻ തുടങ്ങുകയും അവസാന നിമിഷം ദൈവം അബ്രാഹം എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടൊരു കുഞ്ഞാടിനെ അയക്കുകയും ചെയ്തു. ഹല്ലേലൂയ.
പ്രിയ സഹോദരങ്ങളെ, അതേ സ്ഥലത്ത് 2000-ഓളം വർഷങ്ങൾക്ക് ശേഷം യൗസേപ്പിതാവിന്റെ പുന്നോമന പുത്രൻ, യൗസേപ്പിതാവിനെ വളർത്തുവാനായിട്ട് ദൈവപിതാവ് നൽകി. യൗസേപ്പിതാവ് സ്വന്തം മകനായിട്ട് തന്നെ വളർത്തിയത്. യൗസേപ്പിതാവിന്റെ ഹൃദയത്തിൽ സ്വന്തം മകൻ തന്നെയാണ്. യൗസേപ്പിതാവിന്റെ മനസ്സിലും സ്വന്തം മകൻ തന്നെയാണ്. സ്വർഗത്തിലും കർത്താവ് യൗസേപ്പിതാവിനെ സ്വന്തം വളർത്തു പിതാവെന്നോ അല്ലെങ്കിൽ മാനുഷികമായിട്ട് സ്വന്തം പിതാവെന്നുള്ള ആ സ്ഥാനം തന്നെയാണ് ഈശോ കൊടുത്തേക്കുന്നത്. ആ പിതാവ് വാസ്തവത്തിൽ ഓർത്ത് നോക്കിക്കേ, യൗസേപ്പിതാവിന്റെ ഹൃദയം എത്രമാത്രം വേദനിച്ചു കാണും. അപ്പൊ യൗസേപ്പിതാവിനെ അവിടെ നിർത്തിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം, പിതാവാം ദൈവത്തിന്റെ ഹൃദയം എത്രമാത്രം ആ നിമിഷം വേദനിച്ചിട്ടുണ്ടാവും. യേശു കുരിശിൽ ബലിയായിത്തീരുന്ന നിമിഷം. റോമ 8:31. സ്വന്തം പുത്രനെ പോലും ഉപേക്ഷിക്കാതെ, അല്ലെ? റോമാക്കാർക്കുടെ ലേഖനം 8-ാം അധ്യായത്തിന് 31-ാം വാക്യം. ഹല്ലേലൂയ. ഈശോയെ. റോമാക്കാർക്കുടെ ലേഖനം 8-ാം അധ്യായം നമുക്ക് എടുക്കാം. റോമ 8:31. റോമ 8:31. 32 റോമ 8:32. സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കും. സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കിയില്ല. സ്വന്തം പുത്രനെ ഒഴിവാക്കിയില്ല. ഫോർ ക്രിയേഷൻ ഡിഡ് നോട്ട് കോസ്റ്റ് ഹിം എനിത്തിങ്. സൃഷ്ടിക്കുന്നതിന് ദൈവത്തിന് ഒന്നും വില കൊടുക്കേണ്ടതായിട്ടൊന്നും. സൃഷ്ടി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. സോളാർ സിസ്റ്റം ഉണ്ടായി, പ്ലാനറ്റ്സ് ഉണ്ടായി, ഗ്രഹങ്ങൾ മുഴുവൻ, ജൂപ്പിറ്ററും സാറ്റേണും പ്ലൂട്ടോയും എല്ലാം. ഇപ്പൊ പ്ലൂട്ടോ ഇല്ലെന്ന് തോന്നുന്നു. സോളാർ സിസ്റ്റത്തിലുള്ള സകലത്, പ്ലൂട്ടോ സോളാർ സിസ്റ്റത്തിന് വെളിയിലെന്നാ പറഞ്ഞത്. എവിടെയാണ്, ഏതൊക്കെ ഗ്രഹങ്ങളുണ്ടോ, എത്രയെത്ര സോളാർ സിസ്റ്റംസ് ഉണ്ടോ, ഗാലക്സീസ് ഉണ്ടോ, മിൽക്കി വേ, ഇതെല്ലാം ദൈവം വാരി വിതറുകയായിരുന്നു. നക്ഷത്രങ്ങളെയൊക്കെ വാരി വിതറുകയായിരുന്നു. ഇറ്റ് ഡിഡ് നോട്ട് കോസ്റ്റ് ഹിം എനിത്തിങ്. ഉണ്ടാകട്ടെ എന്ന് ആൽഫയും ഒമേഗയും ആകുന്നവൻ. ആൽഫ ആൻഡ് ഒമേഗ, ആദിയും അന്തവും. ഞാൻ ആൽഫയാണ് ഒമേഗയാണെന്ന് കർത്താവ് പറയുമ്പോൾ എന്നതിനർത്ഥം ബിഗിനിങ്ങും ഇല്ല എൻഡും ഇല്ല. അവൻ ആദിയാണ്, അവൻ അന്തമാണ്, അവൻ തൂണിലുമുണ്ട് തുരുമ്പിലുമുണ്ട്, അവൻ സകലത്തിലും അവൻ പടർന്നിരിക്കുന്നു, അവൻ സകലത്തിന്റെ മേലും അവൻ വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പം പറയും ഈ റിലീജിയൻ ആണ് ദൈവം. റിലീജിയൻ അല്ല ദൈവത്തെ. ദൈവം എന്നുള്ളത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുക. ആ ദൈവത്തെ മനുഷ്യൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം മുഴുവനും അവൻ നിറഞ്ഞു നിൽക്കുന്നു. സകലതും അവൻ മൂലമുണ്ടായി, സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. ആ ദൈവത്തിന് ഫോർ ക്രിയേഷൻ ഡിഡ് നോട്ട് കോസ്റ്റ് ഹിം. അതിന് വില കൊടുക്കാൻ അവന്റെ വാക്കുകൾ കൊണ്ട് അവൻ സൃഷ്ടിച്ചതാ. എന്നാൽ ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി സൃഷ്ടിച്ചവരാണ് ആര്? മനുഷ്യർ. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും, അതായത് മൃഗങ്ങളെയും സസ്യങ്ങള്, വൃക്ഷങ്ങള്, എല്ലാ സംഭവങ്ങളും സകലതും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച തന്റെ ആ ഇമേജിൽ സൃഷ്ടിച്ച മനുഷ്യൻ, ആ ദൈവത്തിന് ഏറ്റവും സുപ്രീം ക്രിയേഷനാണ്. മനുഷ്യനെ ദൈവം വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ സമ്മതിക്കത്തില്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകറ്റപ്പെട്ടു പോയ സമയത്ത് എന്താ പറ്റിപ്പോയത്? മനുഷ്യൻ ഈ പ്രകൃതി ശക്തികൾക്കും പ്രകൃതിയുടെ സകല സംഭവത്തിനും നേരെ താഴോട്ട് പോയി, എല്ലാത്തിനും കീഴോട്ട് പോയി വീണു. എന്നാൽ അവിടെ നിന്ന് മനുഷ്യനെ വീണ്ടെടുത്തുകൊണ്ട് സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനും നേടിയെടുക്കുന്നതിന് വേണ്ടി സ്വർഗാദി സ്വർഗങ്ങൾ വിട്ട് നമ്മുടെ കർത്താവായ ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് സാദൃശ്യത്തിൽ മനുഷ്യനെ പോലെ ആയിത്തീർന്നു. അതാണ് ഫിലിപ്പർ സഭയ്ക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തില് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. 7-ാം വാക്യം. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയി തീർന്ന് ഹല്ലേലൂയ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. യേശുവിനെ കുറിച്ച് പറയാം, ആകൃതിയിൽ അവൻ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അപ്പൊ അവന്റെ റിയൽ ഇമേജ് വേറെ ഉണ്ട്. നമ്മൾ ഈശോ എന്ന് പറയുമ്പോൾ താടിയൊക്കെ നീട്ടിയല്ലേ, ചുമല ഇത് വലിയ, നമ്മൾ ഈശോ എന്ന് പറയുന്നത് നമ്മുടെ ഈശോയുടെ ഒരു പിക്ചറുണ്ട്, നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു പിക്ചറുണ്ട്. ഇവിടെ പറയാണ് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു.
മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഹല്ലേലൂയ. എന്തിനാ? നിന്നെയും എന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി. ഈ ഈശോയുടെ യഥാർത്ഥ രൂപത്തെക്കുറിച്ച് നമ്മളൊന്ന് കാണണം കേട്ടോ. എന്താണ് യേശുവിന്റെ യഥാർത്ഥ രൂപം? യഥാർത്ഥ രൂപം എന്താണെന്ന് അറിയണമെങ്കിൽ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് നമ്മളൊന്ന് കാണണം. 12-ാം വാക്യത്തില് യേശുവിന്റെ കൂടെ വർഷങ്ങള് കടന്ന വ്യക്തിയാ യോഹന്നാൻ സ്ലീഹ. യോഹന്നാന്റെ ഹൃദയത്തോട് അന്ത്യത്താഴ വേളയില് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് ഈശോയുടെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നിരുന്ന യോഹന്നാൻ സ്ലീഹ, സ്നാപയോഹന്നാൻ അല്ല, യോഹന്നാൻ സ്ലീഹ പത്മോസ് ദ്വീപിലായിരുന്ന സമയത്ത് ഈശോയെ തന്നെ യോഹന്നാൻ സ്ലീഹയുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കുവാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ, അവന് പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി, മാറോടെടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവന്റെ ശിരസ് മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെയും വെൺകമ്പിളി പോലെയും തവളം, നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളയിൽ ഉരുക്കിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റെതുപോലെയും, അവന്റെ വലത് കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ് തല വാൾ, വചനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലത് കൈ എന്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും. ഐ ആം ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്. ജീവിക്കുന്നവന്. പിന്നെ അടുത്ത വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ആദിയും അന്തവുമാകുന്നവൻ, സകലത്തിന്റെ മേലും നിറഞ്ഞു നിൽക്കുന്നവൻ, സൃഷ്ടപ്രപഞ്ചത്തിലും തന്റെ സാന്നിധ്യം തൂണിലും തുരുമ്പിലും ഉള്ളവൻ, നമ്മെ പ്രതി അവൻ മരിച്ചവനായി തീർന്നു. അതുകൊണ്ട് 2 കൊരിന്ത്യർ 8:9 പറയുന്നത്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ, അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി തീർന്നു. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഈശോ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ട്, നമ്മുടെ ദൈവമായിട്ട് നമ്മൾ പറയും, അല്ലെ? പക്ഷെ വാസ്തവത്തിൽ ബൈബിളിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ലോകത്തിലെ വിവിധ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ദൈവമെന്ന് അവർ വിളിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ പൂർണ്ണതയാണ്. ആ പൂർണ്ണതയാണ് ഈ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വന്നത്. അത് ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യന്റെയും വീണ്ടെടുപ്പിന് വേണ്ടി. നമ്മൾ കുറച്ചു പേരുടെ മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യന്റെയും വീണ്ടെടുപ്പിന് വേണ്ടി ആദിയും അന്തവുമാകുന്നവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു, മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എന്റെ കയ്യിലുണ്ട്. ആരുടെ ഇരിക്കുന്നേ? മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ സാധാരണ ഇരിക്കുന്നതാണ് അവർ, അല്ല, മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എന്റെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ ആരെ കുറിച്ചാണ് പറയുന്നത്? ആദിയും അന്തവുമാകുന്നവൻ, സകലത്തിന്റെ മേലും നിറഞ്ഞു നിൽക്കുന്നവനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം, ഒന്നുകൂടെ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തില് യേശുവേ എന്ന് വലിയൊരു അഭിഷേകം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് അയക്കുന്നു. ഹല്ലേലൂയ. പുതിയൊരു മണ്ഡലം ഇന്ന് രാത്രി തുറക്കപ്പെടും. ഫിലിപ്പിയർ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയും, യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും, എന്നോടൊന്ന് പറഞ്ഞ സകലരും, മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഹല്ലേലൂയ. അത് എപ്പോഴാണ്? 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യനെ പോലെ കാരണപ്പെട്ടു, മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. അതിലൂടെ യേശുവിന്റെ നാമത്തിന് മുൻപിൽ, കുരിശു മരണത്തിലൂടെ യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കപ്പെടുന്നു. യേശുവിന്റെ കുരിശു മരണത്തിലൂടെ, അവിടെ സംഭവിച്ച വീണ്ടെടുപ്പിലൂടെ സ്വർഗം, ഭൂമി, പാതാളം, എങ്ങോട്ടൊക്കെ അതിന്റെ പവർ ചെല്ലുന്നത്? സ്വർഗം, ഭൂമി, പാതാളം. പരിശുദ്ധ കുർബാനയുടെ പവർ എങ്ങോട്ടാ ചെല്ലുന്നത്? സ്വർഗം, ഭൂമി, പാതാളം. സ്വർഗം, ഭൂമി, പാതാളം, 3 ഡയമെൻഷനിലേക്കും ചെല്ലുക. കർത്താവ് ഈശോയുടെ കുരിശുമരണത്തിന്റെ പവർ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകളും മടക്കും. ഹല്ലേലൂയ. കാരണം ആ സമയത്ത് കൊളോസ്യ ലേഖനത്തിൽ പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും, നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് പിതാവിനോട് അനുരഞ്ജിപ്പിച്ചു. ഈ അനുരഞ്ജനം നടക്കുന്നതിന് മുൻപ്, അതായത് സൃഷ്ടി ക്രമത്തിന്റെ സമയത്ത്
എപ്രകാരമാണ് ലോകം എന്നുകൂടി നമുക്ക് മനസ്സിലായാലേ ഉള്ളൂ നമുക്കിതിന്റെ ഈ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ഈശോയുടെ കുരിശുബലിയുടെ ശക്തിയുടെ വ്യാപ്തി നമുക്ക് പിടികിട്ടത്തുള്ളൂ. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിന് 3-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു, സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഈശോയിലൂടെയാണ്, കർത്താവായ യേശുവിലൂടെയാണ് സമസ്തവും ഉണ്ടായിരിക്കുന്നത്, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സകലതിനെയും സൃഷ്ടിച്ചതും സകലതിനെ പരിപാലിക്കുന്നവനും സകലതിനെ കാത്തു സംരക്ഷിക്കുന്നവനുമാകുന്ന ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും, ഈശോ എങ്ങനെയാണോ ആ ഒരു റിയൽ ഇമേജിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. എന്തിനാ? ദൈവത്തിന് എപ്പോഴും ആഗ്രഹം മക്കൾ, ഒരു കുടുംബം, ദൈവത്തിന് കുടുംബം, ആ ഒരു ഫാമിലി, ആ ഒരു ഫെലോഷിപ്പ് തമ്പുരാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഉൽപ്പത്തി പുസ്തകം പോലെ നമ്മൾ വായിക്കുമ്പോൾ തമ്പുരാൻ ഇങ്ങനെ വന്ന് ആദത്തിന് ഹവ്വയുടെ അടുത്ത് അവരെ തിരക്കാൻ ഓടി വരിക. അവർ ഓടി മാറാൻ ശ്രമിക്കുമ്പോഴും ആദം ഹവ്വ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരിക. അത്രമാത്രമാണ് ഹൃദയത്തിൽ വലിയ സ്ഥാനമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. എന്നാൽ ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടു പോയപ്പോൾ ഈ മനുഷ്യനെ തേടി ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ട് കുരിശുമരണം വഴി നമ്മെ പ്രതി അവൻ അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. ഇനി നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഒന്ന് വായിക്കണം. പഴയ നിയമത്തില് യെശയ്യാ പ്രവാചകൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുവാണ്. യേശുവേ, ഇന്ന് വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആരാധന. തലക്കൊക്കെ പിടുത്തമുണ്ടായിരുന്നവരെ തലയുടെ പിടുത്തമൊക്കെ ഇപ്പൊ എന്നെ പറഞ്ഞു പോകും. തലയ്ക്കകത്ത് ഭയങ്കര ഭാരമായിട്ട് നിന്നൊരു വ്യക്തിയെ കർത്താവ് എടുത്തു കാണിക്കുന്നു. ഈശോയുടെ വലിയ സാന്നിധ്യ ഭവനത്തിലേക്ക് ഇതാ വ്യാപരിച്ചുകൊണ്ടിരിക്കും. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന ഒരു അമ്മയെ എടുത്ത് കാണിക്കുന്നു. ഈ ഒരു വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ മക്കളുടെ ജീവിതത്തിലേക്ക് ശക്തി വ്യാപരിക്കുവന്നേ. മക്കളുടെ മേൽ യേശുവിന് വലിയൊരു അധികാരമുണ്ട്. അവര് പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, കൊന്തയില്ലുന്നില്ല, അവര് കൊന്തയ്ക്ക് ഇരിക്കുന്നില്ല. കൊന്തയ്ക്ക് ഇരുന്നാലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അവര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും കർത്താവിന് അവരുടെ മേലെ വലിയൊരു അവകാശമുണ്ട്. ഇതൊന്ന് വിശ്വസിച്ച് അവർ അടുത്ത ദിവസം വരെ കൊന്തയ്ക്ക് വന്നിരിക്കും. കണ്ടോണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം, ഹല്ലേലൂയ, 3 മുതലുള്ള വാക്യം ശ്രദ്ധയോടെ കേൾക്കണം. അറിയാവുന്നതാണ്, പക്ഷെ ഇന്ന് പ്രത്യേക ഒരു അഭിഷേകം ഇത് വായിക്കപ്പെടുമ്പോൾ വെളിപ്പെടുന്നു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ആരാ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തത്? സമസ്തവും അവനിലൂടെ ഉണ്ടായി എന്ന് പറയപ്പെട്ടവൻ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഏത് മനുഷ്യരാൽ? തന്റെ സ്വന്തം ഇമേജിൽ, സ്വന്തം ഛായയിൽ, തന്റെ ഏറ്റവും മാസ്റ്റർ പീസ് ക്രിയേഷൻ, താൻ സകലതിനെ സൃഷ്ടിച്ചതില് ഏറ്റവും വണ്ടർഫുൾ ആയിട്ട് പ്രപഞ്ചത്തെ, സോളാർ സിസ്റ്റത്തെ, മിൽക്കി വേനെ, ഗാലക്സിനെയും സകലതിനെ ഉണ്ടാക്കിയിട്ട് ഏറ്റവും മനോഹരമായ തന്റെ ഏറ്റവും ഇൻഫൈനറ്റ് ഇന്റലിജൻസിൽ താൻ സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച് ഓർത്ത് നോക്കിക്കുക. നമ്മുടെ കപ്പാസിറ്റി, ഒരു മനുഷ്യൻ എത്രയോ കോടിക്കണക്കിന് മനുഷ്യൻ ഇന്ന് ഭൂമിയിലുണ്ടല്ലേ. അപ്പൊ ഈ മനുഷ്യനെ ഡിസൈൻ ചെയ്ത കർത്താവ്, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. ഇവിടെ മുതലാണ് ആ പ്രവചനത്തിന്റെ 2-ാം ഭാഗം തുടങ്ങുന്നത്. ആദ്യത്തെ ഭാഗം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, എന്തിനാണ് ദൈവം ഇത്രമാത്രം വേദനയും ദുഃഖവും നിറഞ്ഞവനായി തീർന്നത്? അതെന്തുകൊണ്ടാണ് വിവരിക്കുകയാണ്. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. ആര് കരുതി? ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ, യഹൂദർ, ദൈവം തെരഞ്ഞെടുത്തവർ, പ്രവാചകരെ കൊണ്ട് ദൈവം നയിച്ച ഇസ്രായേൽ ജനം ദൈവത്തെ തന്നെ ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ദൈവത്തെ അതിക്രൂരമായി പീഡിപ്പിക്കുക. കൂർത്ത ആണുകൾ കൊണ്ട് അവന്റെ കൈകളിലേക്ക് ആണുകൾ കുത്തി അടിച്ചു കയറ്റുക. അവിടെ സംഭവിച്ചത്? യഹൂദന്റെ ഉള്ളിൽ ദൈവത്തെക്കാൾ ഉപരിയായി അന്ധമായ റിലീജിയോസിറ്റി കയറി. ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. സ്നേഹമാകുന്ന ദൈവത്തെ,
കരുണയാകുന്ന ദൈവത്തെ, കൃപയാകുന്ന ദൈവത്തെ. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? മുല കുടിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് വിളിച്ചു പറഞ്ഞ് അവരെ ചങ്ക് വളർന്ന് സ്നേഹിച്ച കർത്താവ്. ആ കർത്താവിന്റെ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. മതാന്തത വന്നു, റിലീജിയോസിറ്റി ഭയങ്കരമായി ഉള്ളിലോട്ട് കയറി. എല്ലാ മനുഷ്യരെയും പാപത്തിന്റെ കണ്ണുകളിലൂടെ നോക്കാൻ തുടങ്ങി. എല്ലാവരെയും വേർതിരിവുകൾ സമൂഹത്തിൽ തുടങ്ങി. അങ്ങനെയുള്ള വലിയ ഉച്ചനീചത്വങ്ങൾ ഉടലെടുത്ത സമയത്ത് ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് സ്നേഹത്തിന്റെ പൂർണ്ണതയെ അവിടുന്ന് പാപികൾക്കിടയിലോട്ട് കടന്നു വന്ന് അവരെ തന്റെ കരുണയിലൂടെ വിശദീകരിച്ച് നീതീകരിച്ച് അഭിഷേകത്തിൽ നിറച്ച് അവരിൽ വലിയ ഒരു പുതിയ ജനനത്തിലേക്ക് അവരെ നയിക്കുന്നത് കണ്ടപ്പോഴൊന്നും ഇവർക്കൊന്നും പിടികിട്ടുന്നില്ല. അവൻ നിന്ദിക്കപ്പെട്ടു, എല്ലാവരും നിന്ദിക്കപ്പെട്ടു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ യേശു വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. നമ്മളെന്ന് പറയുമ്പോൾ വാസ്തുതയോടെ മനസ്സിലാക്കണമേ, അതായത് എൻ്റർ ഹ്യൂമൻ റേസ് ദുഃഖത്തിലായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എപ്പോൾ മനുഷ്യൻ അടർന്നു മാറിയോ അന്ന് മുതൽ എൻ്റർ ഹ്യൂമൻ റേസ് ദുഃഖത്തിലായിരുന്നു. എൻ്റർ ഹ്യൂമാനിറ്റി ഫോളനായി. ആ ഹ്യൂമാനിറ്റിക്ക് പിന്നെ റെസ്റ്റോറേഷൻ, പലതരത്തിൽ അവർ ദൈവത്തെ കല്ലും മണ്ണും വലതും ഉപയോഗിച്ച് ദൈവത്തെ കണ്ടതിനെയെല്ലാം, സൂര്യനെയും ചന്ദ്രനെയും അവരെ പേടിപ്പിക്കുന്നതിനെയെല്ലാം ദൈവം എന്ന് കരുതി ആരാധിച്ചു പോരുക. അവന്റെ ഉള്ളിന്റെ ആ വോയിഡ് സ്പേസ് കിടക്കുക. യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ ആ ശക്തി അവനെ സൃഷ്ടിച്ചപ്പോൾ, ഡിസൈൻ ചെയ്തപ്പോൾ അവന്റെ ഉള്ളിൽ ഇൻസ്റ്റിൽ ചെയ്തിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ആ വലിയ അഭിഷേകത്തിന്റെ സാന്നിധ്യം ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടു പോയ മനുഷ്യൻ, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പോയ മനുഷ്യന് അത് നഷ്ടപ്പെട്ടു പോയി. ഇവിടെ എഴുതിയിരിക്കും, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. ചരിത്രകാരനായ ജോസഫിന്റെ ഒക്കെ ഹിസ്റ്റോറിക്കൽ ബുക്സിൽ എഴുതിയിരിക്കുന്നത് അറവശാലകളിൽ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും അന്ന് അവര് യേശുവിന് കൊടുത്തില്ലായിരുന്നു. അതിന് അവര് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവൻ പാപികളെ ചേർത്ത് പിടിക്കും. മോശയുടെ നിയമത്തിൽ പാപികളിൽ നിന്ന് മുദ്ര കുത്തിയ മഗ്ദലന മറിയവും മോശയുടെ നിയമത്തിലൂടെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ തള്ളിക്കളഞ്ഞ സമൂഹത്തിലെ മനുഷ്യർ ഇവൻ ചേർത്ത് പിടിക്കുന്നു. ആർക്കും വേണ്ടാത്തവർ ഇവൻ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ ചേർത്ത് പിടിക്കുന്നവനാണോ ദൈവം? ഇവൻ ശിക്ഷ അർഹിക്കുന്നവനാണ്. ഇവനെ ക്രൂശിക്കണം. ബറാബാസിനെ പുറത്തു കൊണ്ടുവരും. അവനെ വെറുതെ വിടണം. ബറാബാസ് കൊടും ക്രിമിനലായ നീചനും ക്രൂരകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് ബറാബാസിന് കരുണ കിട്ടുക. അത് ഓർത്തോണം. ബറാബാസിന് പോലും യേശുവിനെ പ്രതി കരുണ കിട്ടി. ഹല്ലേലൂയ. ബറാബാസ് പോലും പൊട്ടിക്കരഞ്ഞു കാണും പിന്നീട്. കർത്താവിന്റെ വലിയ കരുണ, പിൽക്കാലത്ത് വലിയൊരു സുവിശേഷകനായെന്ന ചരിത്രം പറയുന്നു. കൊടും ക്രിമിനലായ മനുഷ്യൻ, കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രതി ജാമ്യം കിട്ടി പുറത്തു വന്ന ആ മനുഷ്യൻ വലിയൊരു സുവിശേഷകനായി തീർന്ന ചരിത്രം പറയുന്നു. ഹല്ലേലൂയ. അതാണ് കൃപയുടെ സമൃദ്ധിയുടെ, ജീവന്റെ സമൃദ്ധിയുടെ അഭിഷേകം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമൻ കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. നോക്കണേ, എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. നമുക്ക് വേണ്ടി ഈശോ മൗനം പാലിച്ച കാര്യമാണ്. വഴിയിലൂടെ ഈശോയുടെ ശരീരം വലിച്ചഴച്ചോണ്ടാവുക. അന്ന് വരെയുള്ള ചരിത്രത്തിൽ ഇത്രയും ഭയങ്കരമായിട്ട് ഇത്രയും കണ്ട്, അതായത് അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അതാണ് ഇവിടെ തന്നെ എഴുതിയത്. പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് യശപ്രവാചകൻ പറയാം, അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. ഈശോനെ കണ്ടപ്പോൾ മുഖം തിരിച്ചു കളഞ്ഞു. അത്രമാത്രം ദുരിതമാക്കപ്പെട്ടു.
ഈശോയുടെ താടിരോമങ്ങൾ വലിച്ചു പറപ്പിക്കപ്പെട്ടു. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും തകർത്തു. 1 കുറിയ 40 അടി എന്ന് പറഞ്ഞ 39 അടി കൂർത്ത ചമ്മട്ടി കൊണ്ട് അടിച്ച് തൊലികളും ശരീരത്തിന്റെ ഈ റിബ്സ് എല്ലാം തകർത്തു കളഞ്ഞു. നഖങ്ങളൊക്കെ വലിച്ച് തകർത്ത് വഴിയിലൂടെ അടിച്ച് തകർക്കുമായിരുന്നു ഏറ്റവും ഭീകരമായ രീതിയിൽ. ഹല്ലേലൂയ. അതെന്തിനു വേണ്ടിയാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്? കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരു നിമിഷം നമ്മൾ കാണണം പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി കടന്നുപോയി. എന്തിനു വേണ്ടിയാ? യേശു ഇതിലൂടെ കടന്നുപോയതിലൂടെ നമ്മുടെ മനുഷ്യവംശത്തിന്റെ മുഴുവൻ വീണ്ടെടുപ്പാണ് ഈശോയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് നടന്നെന്ന് വിശ്വസിക്കുന്ന സമയത്താണ് ആദത്തിനും ഹവ്വയ്ക്കും ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് തിരികെ കയറി വരുന്നത്. വേറെ ക്രൈറ്റീരിയ ഒന്നുമില്ല. എന്നാൽ റോമക്കാർക്കെഴുതിയ ലേഖനത്തിന്റെ 4-ാം അധ്യായം, റോമക്കാർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കണം. അപ്പൊ എന്തിനു വേണ്ടി ഈശോ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടത്? നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി. ഇന്ന് ഈ ഭൂമിയിൽ മറ്റാർക്കും നമ്മുടെ മേൽ ഒരു ക്ലെയിം ഇടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും അധികം ക്ലെയിം നമ്മുടെ മേലുള്ളത് ഈശോയ്ക്കാണ്. ഹല്ലേലൂയ. ഒരു ശാപത്തിന് നിന്റെ മേൽ ക്ലെയിം ഇടുന്നതിനേക്കാളും, നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിന് നിന്റെ മേൽ ക്ലെയിം ഇടുന്നതിനേക്കാളും, നിന്റെ കുടുംബ പാരമ്പര്യത്തിന് നിന്റെ മേൽ ക്ലെയിം ഇടുന്നതിനേക്കാളും, ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും സംഭവത്തിന് നിന്റെ മേൽ ക്ലെയിം ഇടുന്നതിനേക്കാളും ഇന്ന് നിന്റെ മേൽ ഏറ്റവും അധികം ക്ലെയിം ഉള്ളത് ഈശോയ്ക്കാ. ആ ക്ലെയിമിന്റെ പവർ എപ്പോഴാണ് വെളിപ്പെടുന്നത് അറിയാമോ? കണ്ണടച്ച് കാണണം. എനിക്ക് വേണ്ടി അവൻ ദരിദ്രനായി തീർന്നുകൊണ്ട് ആ തെരുവോരങ്ങളിലൂടെ അവൻ നഗ്നനാക്കപ്പെട്ടപ്പോ, അവന്റെ ശരീരം വലിച്ചടക്കപ്പെട്ടപ്പോ, കൂർത്ത ആണുകളാൽ അവന്റെ കൈകളിലേക്ക് ആണുകൾ കുത്തിത്തുളയ്ക്കപ്പെട്ടപ്പോ, അവൻ എന്നെ പ്രതി ദരിദ്രനായി തീർന്നതിലൂടെ അവൻ എന്നെ വീണ്ടെടുത്തു. അവന്റെ ദാരിദ്ര്യത്താൽ ഇന്ന് ഞാൻ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു, അഭിഷേകത്തിന്റെ മേൽ അഭിഷേകം സ്വീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ഈശോയ്ക്കാണ് എന്റെ മേൽ ഏറ്റവും അധികം ക്ലെയിം ഉള്ളത്. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന് 9-ാം വാക്യം ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ പേരിട്ട് തന്നെ ഒന്ന് ചേർത്ത് വായിച്ചു നോക്കാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാം തിരുവചനം. എന്താണത്? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും, നിങ്ങളെ പ്രതി എന്നുള്ള ഭാഗത്ത് നമ്മുടെ പേരങ്ങ് വെക്കണം. അവൻ സമ്പന്നനായിരുന്നിട്ടും ആദിയും അന്തവുമായിരുന്നിട്ടും സമസ്തവും ഉളവായത് അവനിലൂടെ ആയിരുന്നിട്ടും സകലത്തിന്റെ മേലും അധികാരം ഉണ്ടായിരുന്നിട്ടും സകലത്തെയും സൃഷ്ടിച്ചിട്ടും എന്നെ പ്രതി, അനീഷിനെ പ്രതി, മിന്റുവിനെ പ്രതി, മേഴ്സിയെ പ്രതി, സജയെ പ്രതി, നിസയെ പ്രതി നമ്മുടെ പേരങ്ങിട്ട് നിങ്ങളുടെ പേരൊന്നിട്ടേ, ഒന്നിട്ടേ ഈശോനെ കണ്ടോണെന്നിട്ടേ. എന്റെ ഈശോ 2 കൊരിന്ത്യർ 8:9 ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകുന്നതിന് വേണ്ടി. എന്ത് സമ്പന്നത ഇവിടെ പറയുന്നത്? ഏദൻ തോട്ടത്തിൽ വെച്ച് ആദത്തിനും ഹൗവയ്ക്കും ഉണ്ടായിരുന്ന അഭിഷേകത്തിന്റെ സമ്പന്നത, കൃപയുടെ സമ്പന്നത, നിറവിന്റെ സമ്പന്നത, ആത്മീയ ശക്തിയുടെ സമ്പന്നത, ഈ സമ്പന്നത നമ്മളിൽ നിറയപ്പെടുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ അഭിഷേകം നമ്മളിൽ വ്യാപരിക്കുന്നതിന് വേണ്ടി, മറ്റെല്ലാ ക്ലെയിംസിൽ നിന്നും നമ്മളെ സ്വതന്ത്രരാക്കുന്നതിന് വേണ്ടി യേശു ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു. എന്നോട് പറഞ്ഞേ, എന്റെ ഈശോ കുരിശിൽ സകലതും ചെയ്തു കഴിഞ്ഞു. അവൻ കുരിശിൽ സകലതും പൂർത്തീകരിച്ചു. ഈ സമ്പന്നത എന്റെ ഉള്ളിൽ നിറയപ്പെടുന്നതിന് വേണ്ടി, ഈ അഭിഷേകം എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നതിന് വേണ്ടി, ഏദൻ തോട്ടത്തിൽ ഇറങ്ങിയ ആ ദൈവ മഹത്വം ഇന്ന് വിശ്വസിക്കുന്ന എന്റെ ഉള്ളിൽ, എന്റെ വീട്ടിൽ, ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത്, ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിക്കകത്ത് ഈ നിമിഷം എന്റെ ഈശോയുടെ കുരിശുമരണ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, ശക്തമായി വ്യാപരിക്കുന്നു. യോസേപ്പ് പിതാവ്
പ്രാർത്ഥിക്കുക, മുട്ട നിന്ന് സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഇതിന്റെ ശക്തി ഇപ്പോൾ നമ്മുടെ വീടുകളിൽ വ്യാപരിക്കുക. പരിശുദ്ധ അമ്മ കണ്ണുനീരോട് രക്തക്കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. ഇതിന്റെ അഭിഷേകം നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുവാൻ, നമ്മുടെ വീടുകളിൽ വ്യാപരിക്കുവാൻ, നമ്മുടെ ജോലി സ്ഥലത്ത് വ്യാപരിക്കുവാൻ, നമ്മുടെ ശൂന്യതകളിലേക്ക് വ്യാപരിക്കുവാൻ. ശൂന്യമായ വഞ്ചിക്കകത്തേക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതിരുന്ന പത്രോസിലെ ശൂന്യമായ വഞ്ചി മത്സ്യങ്ങളെ കൊണ്ട് നിറപ്പിച്ചവൻ ഇന്ന് നമ്മുടെ ശൂന്യതയ്ക്കുള്ളിലേക്ക് അവന്റെ പുനരുദ്ധാനത്തിന്റെ അഭിഷേകം വ്യാപരിച്ചിറങ്ങുമ്പോൾ അസാധാരണമായ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്യുവാൻ പോകുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. കൊളോസസ് 1:13 അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. പൗലോസ്ലീഹ ഈ ഒരു കാര്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന സമയം ഞാൻ ഓർക്കും, എന്റെ ദൈവമേ, എന്തോ ഒരു റെവലേഷൻ അല്ലെ. കൊളോസസ് 1:13 അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന്. എന്താ ഈ അന്ധകാരത്തിന്റെ ആധിപത്യം? നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, അയ്യോ മറ്റേ വാർഫെയർ, ഡീമോണിക് വാർഫെയർ, പിശാചിന്റെ തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ. ഹല്ലേലൂയ. വാസ്തവത്തിൽ ബൈബിളിലും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ടീച്ചിങ്ങിലും കുർബാനയിലും സൈറ്റനെ ഗ്ലോറിഫിക്കേഷൻ ഇല്ല. കരിസ്മാറ്റിക്കാർ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്, സൈറ്റനെ ഗ്ലോറിഫിക്കേഷൻ ഇല്ല. അതിന്റെ കാരണം വചനം അതിനെതിരെ നിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരം കേട്ടത് മുഴുവൻ ബൈബിളിലെ കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമിതമായിട്ട് സാത്താനെ അഴിക്കുന്നത്, കെട്ടുന്നത്, പൊട്ടിക്കുന്നത് പറയുന്ന സമയത്ത് വാസ്തവത്തിൽ വചനത്തിൽ എവിടെയാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെന്നും വചനത്തിൽ എവിടെയാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും കൂടെ പറയണം. കാരണം വചനത്തിന്റെ അടിസ്ഥാനം അതാണ്. പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ പരിശുദ്ധ കുർബാന സൂറോ പരമാർ സഭയുടെ, ലത്തീൻ സഭയുടെ, ഏത് സഭയുടെ പരിശുദ്ധ കുർബാന എടുത്തോ മുഴുവൻ വചനം അതിനകത്ത് നിൽക്കുന്നത്. അതിനകത്ത് മുഴുവനും ഫോക്കസ് ചെയ്തേക്കുന്നത് യേശുക്രിസ്തുവിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ ശക്തിയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിന് മേൽ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് കൊളോസസ് 1:13 അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിക്കാൻ പോകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. കൊളോസസ് ലേഖനം എന്നെടുത്തേ, കൊളോസസ് 1:13 അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അപ്പോഴും സഹോദര, ഇപ്പോഴും ലോകത്ത് ഒത്തിരിയും പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? സാത്താനിക സാന്നിധ്യങ്ങൾ വിട്ടുപോകാനാണോ പ്രാർത്ഥിക്കേണ്ടത്? എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അതിപ്പോ അതല്ലേ എല്ലാവരുടെ ഉള്ളിൽ സൈറ്റൻ അല്ലേ ഇരിക്കുന്നത്? സൈറ്റന്റെ ഇൻഫ്ലുവൻസ് എല്ലാവരെയും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുവല്ലേ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ബൈബിളിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം ആ രീതിയിൽ ചെയ്യാനോ അങ്ങനെ ഒരു സംഭവത്തിലാണ് ലോകത്തിലുള്ളവർ നിൽക്കുന്നതെന്നോ അതുകൊണ്ട് അവരെ ഇങ്ങനെ ചെയ്ത് അവരുടെ ഇന്ന ശുശ്രൂഷയിലൂടെ ഇന്ന ബന്ധിച്ച് ഇന്ന രീതി പൊട്ടിച്ചാലേ ഉള്ളൂ അവർ പുറത്തു വരത്തുള്ളൂ എന്നുള്ള ഒരു വാക്യം എഫെസോസ് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് എന്താണ് വാർഫെയർ എന്നുള്ള കാര്യം. പക്ഷെ അതല്ലാതെ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് ബൈബിളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് കുരിശിൽ സംഭവിച്ചത്? അതെന്തുകൊണ്ട് അതിനെ തന്നെ പൗലോസ്ലീഹ ഫോക്കസ് ചെയ്യുന്നത്? നമ്മൾ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ മുഴുവൻ വായിക്കുമ്പോൾ മുഴുവൻ കുരിശുമരണത്തിന്റെ കാര്യമാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. കാരണം ഇന്നിപ്പോ നമ്മളിത് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടുക. അതായത് ശ്രദ്ധിച്ചു കേൾക്കണേ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴത്തേക്കും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ പെരുകാൻ പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ സകലത്തിനെ കീഴടക്കുവിൻ, സകലത്തിന്റെ മേലും വാഴുവിൻ. അങ്ങനെ തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം നമ്മൾ കാണുന്നത് അല്ലെ. സകലത്തിന്റെ മേലും വാഴുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ശക്തികൾക്കും മുകളിൽ വാഴാനുള്ളൊരു അഭിഷേകം മനുഷ്യന് ദൈവം കൊടുത്തു പരിശുദ്ധാത്മാവിനോട്. ഈ അഭിഷേകം ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടു പോയ മനുഷ്യന് നഷ്ടപ്പെട്ടു. ഈ അഭിഷേകം മനുഷ്യരിൽ തിരികെ വരുന്നതിന് വേണ്ടി യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. ഈ അഭിഷേകമാണ് സെഹിയോൻ മാളിക മുറിയിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയുടെ 120 പേരുടെ മുകളിലോട്ട് ഭയങ്കരമായി കൊടുങ്കാറ്റടിക്കുന്ന പോലെ കടന്നു വന്നു. സെഹിയോൻ മാളിക മുറിയിൽ സംഭവിച്ച കാര്യം ഓർത്തു നോക്കിക്കേ. കൊടുങ്കാറ്റടിക്കുന്ന പോലെയാണ് ഈ പവർ അകത്തോട്ട് കയറിയത്. അപ്പൊ അത്രമാത്രം വലിയ പവറാണ് ആദ്യം നഷ്ടപ്പെട്ടു പോയെന്നും കൂടെ ഓർത്തോളൂ. ഹല്ലേലൂയ. മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ദൈവം കൊടുത്ത പവറുണ്ട്, ആ പവർ വിട്ടുപോയി. എന്നാൽ ഈ പവർ തിരികെ മടങ്ങി വന്ന സമയമാണത്. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഉള്ളിലോട്ട് കയറി വന്നു. പഴയ നിയമത്തിൽ ഇതില്ല.
പഴയ നിയമത്തിലെ സാംസന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശക്തി ലഭിച്ചു. പക്ഷെ സാംസന്റെ അകത്തല്ല വന്നത്, സാംസന്റെ പുറത്തൊരു വലിയ ശക്തിയാണ് വന്നത്. എന്നാൽ പുതിയ നിയമത്തിലാണ് മനുഷ്യന്റെ ഉള്ളിലേക്ക്, നമ്മുടെ അകത്തോട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്ന് ഇറങ്ങി നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ റീഇൻസ്റ്റാൾ അല്ലെങ്കിൽ അതിന്റെ ഫുൾനെസ്സിലേക്ക് കടന്നു വന്ന മനുഷ്യന് പിന്നീട് സൈറ്റാനെ ഗ്ലോറിഫൈ ചെയ്യുന്ന പരിപാടി പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ല. ഹല്ലേലൂയ. എത്രമാത്രം സഹനങ്ങളിലൂടെ, വിഷമങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും പൗലോസ്ലീഹ പറയുന്നത്, ഈ പ്രശ്നം, ഞാൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഈ സാഹചര്യം, ഇത് എന്റെ അനുഗ്രഹത്തിനാണ്. എനിക്ക് പ്രതിവാദികളുണ്ട്, പക്ഷെ എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതകരമായ വാതിൽ തുറന്നിരിക്കുന്നു. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിലൂടെ എന്നെ വിജയത്തിൽ എത്തിക്കുന്നവനാണവൻ. ഹല്ലേലൂയ. സൈറ്റൻ എന്ന വേർഡിന്റെ അർത്ഥം എന്താ? പ്രതിബന്ധം നിൽക്കുന്നു, തടസ്സം നിൽക്കുന്നു, ബ്ലോക്കായി നിൽക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ നമ്മളൊരു കാര്യത്തിലൂടെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഒരു വ്യക്തി വന്ന് നമ്മൾക്ക് ബ്ലോക്കായിട്ട് നിൽക്കുക. പുതിയ നിയമത്തില് ഈ ബ്ലോക്കായിട്ട് നിൽക്കുന്നത് പലപ്പോഴും രാജാക്കന്മാർ ബ്ലോക്കായിട്ട് നിന്നിട്ടുണ്ട്, ചില വ്യക്തികൾ ബ്ലോക്കായിട്ട് നിന്നിട്ടുണ്ട്. അവരെല്ലാം പുതിയ നിയമം പറയുന്ന കുരിശിന്റെ ശത്രുക്കൾ എന്ന, കുരിശിലെ വെളിപാടിനെ മനസ്സിലാക്കാത്ത മനുഷ്യൻ, കുരിശിൽ എന്താണ് സംഭവിച്ചു കഴിഞ്ഞത്, യേശുവിന്റെ കുരിശ് മരണത്തിലൂടെ അവിടെ നടന്നു കഴിഞ്ഞത് എന്താണെന്ന് ബോധ്യം കിട്ടാത്ത മനുഷ്യൻ. ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത്, കുരിശുമരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്ന സമയത്ത്, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരുടെ മേലേക്കും അവന്റെ കർത്തൃത്വത്തിന്റെ ശക്തി വ്യാപരിച്ചിറങ്ങി. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരുടെ മേലേക്കും. അതുകൊണ്ട് എല്ലാ നാവുകളും യേശു കർത്താവാന്ന് ഏറ്റു പറയും. സ്വർഗവും ഭൂമി മാത്രമല്ല, പാതാളവും. വെളിപാട് പുസ്തകം പറയുമ്പോൾ നരകത്തിന്റെ, സ്വർഗത്തിന്റെ, മരണത്തിന്റെ സകലതിനെ താക്കോൽ ഇന്ന് കർത്താവിന്റെ കൈകളിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊളോസ്സസ് ലേഖനത്തിന്റെ 1:12 പറയുന്നത്, 13 പറയുന്നത്, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ച് അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. ഇൻക്ലൂഡിങ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന മാലാഖമാരടക്കം സകലതും സൃഷ്ടിക്കപ്പെട്ടത് ആരിലൂടെയാ? വചനം പറയുന്നു, അവനിലൂടെ. ഹല്ലേലൂയ. അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ, സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ മനുഷ്യനെ ദൈവം ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ചു. ആ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടു പോയപ്പോൾ നമുക്കറിയാം മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെയാണ്. അഭിഷേകം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ ഈ ഭൂമി കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെയാണ് നമുക്കറിയാം. അതുപോലെ തന്നെ ദൈവം സൃഷ്ടിച്ചതാണ് എല്ലാ റലംസിനെ. ഈ റലത്തിൽ നിന്ന് വീണു പോയതടക്കം സകലതിനെയും തമ്പുരാൻ സൃഷ്ടിച്ചതാണ്. എല്ലാത്തിനും മേലും തമ്പുരാന്റെ ആധിപത്യമുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറയണം, അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യും. എല്ലാ റലങ്ങളും അവനിൽ സ്ഥിതി ചെയ്യും. അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിന്റെ ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം പിടികിട്ടും. അതായത് സഭയാകുന്ന യേശുവിന്റെ ശരീരത്തിന് സ്വർഗം കൊടുത്തിട്ടുള്ള വലിയ പ്രാധാന്യവും അതുപോലെ തന്നെ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നതിന്റെ പർപ്പസ്. എന്താ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നതിന്റെ പർപ്പസ്? ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പ്രിയ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന് 12-ാം വാക്യത്തിൽ പറയുന്നു, 13-ാം വാക്യത്തിൽ പറയുന്നു, ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. ഭൂമിയിൽ സഭയെ നിർത്തി, യേശുവിന്റെ ശരീരമാകുന്ന സഭയെ ഭൂമിയിൽ നിർത്തി. എന്തിനാ? ശത്രുക്കളെ. ആരാ ശത്രു? ബൈബിളിൽ ദൈവ ശത്രു എന്ന് പറയുന്നത് പിശാചിനെ അല്ല. ദൈവത്തിന്റെ ശത്രു അല്ല പിശാച്, ദൈവത്തിന്റെ സൃഷ്ടിയാ. ദൈവം സൃഷ്ടിച്ചത് അതിനെയല്ല. ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടു പോയെന്നുള്ളതേ ഉള്ളൂ.
അതിനെയൊന്നും ദൈവം ശത്രുവായിട്ട് ദൈവത്തിനെ ഗണത്തിൽപ്പെടുന്നില്ല. എന്നാൽ ദൈവ ശത്രുവായിട്ട് കണക്കാക്കുന്നത് ഒരൊറ്റ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ മാത്രമേ ഉള്ളൂ. ആരാണത്? യേശുക്രിസ്തുവിന്റെ കുരിശിലെ ബലിയെ, കുരിശു മരണത്തിലൂടെ നടന്നു കഴിഞ്ഞ കാര്യത്തെ മനസ്സിലാക്കാതെ ജീവിക്കുന്ന ആരൊക്കെയുണ്ടോ, ദേ ആർ അഗെയിൻസ്റ്റ്. എന്താ പറയുന്നത്? കർത്താവിന്റെ ആ ഒരു കുരിശിൽ സംഭവിച്ച കാര്യത്തെ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് എന്താ പറയുന്നത്, തങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അഭിഷേകത്തെ അവർ തന്നെ ഇപ്പൊ കുടം കമത്തി വെക്കുക എന്ന് പറയും. കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ കുടം കമത്തി വെക്കുന്ന അവസ്ഥ വരികയാണ്. എന്നാൽ ആ കുടം അങ്ങ് എന്ന് തുറക്കുന്നു. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഒരു മനുഷ്യന്റെ ഹൃദയക്കണ്ണുകളൊന്ന് തുറന്ന് അവന് വേണ്ടി ദൈവം ചൊരിഞ്ഞ കൃപ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, കുരിശിന് സംഭവിച്ചത് എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതം പാടെ മാറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ. ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം. അതുകൊണ്ട് ഇവിടെ ശത്രു എന്നല്ല എഴുതിയിരിക്കുന്ന, ശത്രുക്കളെ, എബ്രായർ 10:13 നോക്കിക്കേ, ശത്രു എന്നല്ല എഴുതിയിരിക്കുന്ന, ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. ഇപ്പൊ ഇന്നിത് കേട്ടോണ്ടിരിക്കുമ്പോൾ എന്റെ ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ സകലതും ചെയ്തു കഴിഞ്ഞു, എന്റെ ഈശോ പരിശുദ്ധ കുർബാനയായി തീർന്നതിലൂടെ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം അവന്റെ മരണത്തിലൂടെ അവൻ എനിക്ക് മേൽ പകർന്നു തന്നിരിക്കുന്നു. ഈ ഒരു അഭിഷേകത്തിന്റെ പൂർണ്ണത, അതിന്റെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് യേശു ഗ്രേറ്റ് കമ്മീഷനിങ് കൊടുക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും നിങ്ങൾ രോഗികളുടെ മേൽ കരങ്ങൾ വെച്ചാൽ അവർ സൗഖ്യമാക്കപ്പെടും, നിങ്ങൾ എന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കും, നിങ്ങൾ എന്റെ നാമത്തിൽ സി മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾ എന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കും. കാരണം എന്താ? സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാവരുടെ മുട്ടുകൾ ആരുടെ മുൻപിൽ മടങ്ങും? യേശുവിന്റെ മുൻപിൽ. അപ്പൊ ഇന്ന് യേശുവിന്റെ നാമത്തിന് ശക്തി മനസ്സിലാക്കണം. യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ആ സെക്കൻഡിൽ യൗസപിതാവും പരിശുദ്ധ അമ്മയും വിശുദ്ധ ഗീവർഗീസ് സഹതായും വിശുദ്ധ സെബസ്ത്യാനോസും സ്വർഗീയ ദൂതഗണങ്ങൾ മുഴുവൻ അവിടെ നിറങ്ങും. ഇപ്പൊ നിങ്ങൾ വീട്ടിലിരുന്ന് എന്റെ യേശുവിന്റെ നാമത്തിൽ, എനിക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ച യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുന്ന സമയത്ത് അനേകായിരം വിശുദ്ധരുടെ ഒരു സൈന്യം തന്നെ പുറപ്പെടുക. സൈന്യാധിപയാകുന്ന പരിശുദ്ധ അമ്മ അവിടുന്ന് വലിയൊരു സൈന്യവുമായിട്ട് കടന്നു വരിക. ഹല്ലേലൂയ. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. 15-ാം വാക്യം പറയുവാണേ, പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നു. ആരാ സാക്ഷ്യം നൽകുന്നത്? ഈ പറഞ്ഞ കാര്യം സത്യമാണെന്ന് ആരാ സാക്ഷ്യം നൽകുന്നത്? 15-ാം വാക്യം, പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സാക്ഷ്യം തരുന്നു. വേറെ ആരുമല്ല സാക്ഷ്യം തരുന്നത്. ഈ കാര്യം കുരിശിൽ സംഭവിച്ചു കഴിഞ്ഞു, ഇത് നിന്റെ ഉള്ളിൽ ഇന്ന് പരിശുദ്ധാത്മാവ് വസിക്കുന്നു, വിശ്വസിക്കുന്ന നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി നിൽക്കുന്നു. ഇതിന് പരിശുദ്ധാത്മാവ് തന്നെ സാക്ഷ്യം നൽകുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളിലേക്കും ബലഹീനതകളിലേക്കും ഒക്കെ നോക്കുമ്പോൾ വാസ്തവത്തിൽ തമ്പുരാൻ നമ്മളെക്കാൾ ഉപരിയായിട്ട് ഇതിനെക്കുറിച്ച് അറിയാം. നീ വീണു പോയതും നിന്റെ ജീവിതത്തിൽ പരാജയം വന്നതും നമ്മുടെ ജീവിതത്തിൽ തകർച്ച വന്നതും ഒക്കെ തമ്പുരാൻ അറിയാം. തമ്പുരാൻ ഒന്നും അത് ആഗ്രഹിച്ചിട്ടില്ല. കർത്താവിന് അറിയാം എന്റെ ആത്മാവിന്റെ ശക്തി അവരിൽ വേണ്ടതുപോലെ അന്ന് വെളിപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അവർ ബലഹീനമാക്കപ്പെട്ടു പോയത്. അതെനിക്കറിയാം. ഹല്ലേലൂയ. എനിക്കറിയാം. ഈശോ നമ്മളെ നോക്കി പറഞ്ഞു, എനിക്കറിയാം മകനെ മകളെ, നിന്റെ ജീവിതത്തിൽ നീ വീണു പോയതിന്റെ കാരണം എന്റെ ആത്മാവിന്റെ അഭിഷേകം നിന്നിൽ കുറയപ്പെട്ടു. നീ പലപ്പോഴും നിന്നിലേക്ക് തിരിഞ്ഞു നോക്കി, നീ നിന്നിൽ ശ്രമിക്കുവാൻ നോക്കി, പക്ഷെ ഒരിക്കലും അത് പൂർണ്ണതയിലേക്ക് വരാൻ നിനക്ക് സാധിച്ചില്ല. എന്നാൽ ഇന്ന് എന്റെ സ്നേഹത്തിലേക്ക് നീ നോക്കുമ്പോൾ എന്നിൽ നിന്ന് നിന്നിലേക്ക് കൃപയ്ക്കുമേൽ കൃപ പകരപ്പെടുന്നു. ഇനി 2 വചനം കൂടെ ഞാൻ പറയണം, കർത്താവ് ഉള്ളിൽ തരുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. വലിയൊരു അഭിഷേകം ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഈശോ അയക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം. അവന്റെ പൂർണ്ണതയിൽ നിന്ന്, ആരുടെ പൂർണ്ണതയിൽ നിന്ന്? ഈശോയുടെ പൂർണ്ണതയിൽ നിന്ന്. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്ന്, യേശുവിന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ
സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈശോയുടെ പൂർണ്ണതയിൽ നിന്ന്, ഹല്ലേലൂയ, കർത്താവിന്റെ പൂർണ്ണതയിൽ നിന്ന്, എന്നോടത് പറഞ്ഞേ, എൻ്റെ ഈശോയുടെ പൂർണ്ണതയിൽ നിന്ന്, ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഒരു പരിപൂർണത വെളിപ്പെട്ടിരുന്നു. ആ പരിപൂർണതയിൽ നിന്ന് ഞാൻ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു. ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞ സമയത്ത് ഈശോ കുറച്ച് പൂർത്തിയാക്കി എന്നാണോ പറഞ്ഞത്? അല്ല, ഇതാ ഞാൻ സകലതും നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ഇവിടെ എല്ലാം പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇതൊന്നും നമ്മുടെ പൂർണ്ണതയിൽ നിന്നല്ല നമുക്ക് കൃപ വരുന്നത്, അവന്റെ പൂർണ്ണതയിൽ നിന്ന്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ഈ അവസാനം പറയുന്ന ഒരൊറ്റ വാക്യം കൂടെ ധ്യാനിച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കൂ. നമ്മൾ ഉറങ്ങിക്കഴിയുന്ന സമയം, നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമഹത്വമുണ്ട്. ഒറ്റ വാക്യം, എഫേസസ് 3:18, ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ ഒരിക്കൽ കൂടി അത് വായിക്കാം. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയാകട്ടെ. പണ്ട് ഞാനിങ്ങനെ 10-47 ധ്യാനം കൂടിയിട്ടുണ്ട്. കേരളത്തിലെ ധ്യാന കേന്ദ്രങ്ങൾ, എന്നെ അറിയാത്ത ധ്യാന കേന്ദ്രങ്ങളല്ല, ഒരു കാലഘട്ടത്തിൽ എല്ലാ ധ്യാനവും ഇങ്ങനെ കൂടിപ്പോയിക്കൊണ്ടിരിക്കുക. ഒരൊറ്റ ആഗ്രഹമുള്ളൂ, കർത്താവിന് വളരണം. കുറെ കാലം കഴിഞ്ഞപ്പം കർത്താവ്, നമ്മൾ എത്ര ധ്യാനം കൂടിയാലും പിന്നെ നമ്മളിലേക്ക് തന്നെ നോക്കി എന്താ, നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാരാണ്, പക്ഷേ നമ്മൾ വീണ് പോവുക പല കാര്യത്തിനകത്ത്. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് നേരെ നിൽക്കാൻ പറ്റും, ടെൻഷൻ വരുന്നു, ആൻസൈറ്റി വരുന്നു. അവസാന മാസത് വചനത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഇത്രയും നാളെ ഞാൻ ചിന്തിച്ച പോലെ അല്ല കാര്യങ്ങൾ ഇവിടെ കിടക്കണം. എന്താ ഇവിടെ കിടക്കുന്നത്? ഇവിടെ പറയുകയാണ്, അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാൻ. അപ്പൊ നമ്മൾ ഗ്രഹിക്കേണ്ടത് എന്താ? ഈശോയ്ക്ക് എന്നെ കുറിച്ചുള്ള സ്നേഹമാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ഇത് ഗ്രഹിച്ചാലേ ഉള്ളു സംഭവം ഓടത്തുള്ളൂ. പെട്രോൾ ഒഴിക്കേണ്ട സ്ഥലത്ത് ഡീസൽ ഒഴിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടത്തില്ല. വണ്ടി കുറച്ചു നേരം ഇടിച്ചിടിച്ച് നിൽക്കും. നമ്മൾ തന്നെ നമ്മുടെ ശക്തി കൊണ്ട് ഓടാൻ നോക്കിയാൽ നടക്കത്തില്ല. ഇവിടെ പറയും, അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. ഈ ക്രിസ്തുവിന്റെ സ്നേഹം അറിയുമ്പോ എന്നാ പറ്റണേ? ദൈവത്തിന്റെ സമ്പൂർണതയാൽ. എന്ത് സമ്പൂർണതയായത്? തന്റെ ഛായയിലും സാദൃശ്യത്തിലും ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ നമ്മളെ മനുഷ്യരെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ പ്ലേസ് ചെയ്തപ്പോൾ മനുഷ്യരിൽ ഉണ്ടായിരുന്ന ഒരു ദൈവത്തിന്റെ സമ്പൂർണതയുണ്ട്. ആ സമ്പൂർണതയിലേക്ക് നമ്മൾ തിരികെ മടക്കിക്കൊണ്ടുവരുന്ന കാര്യം പറയണം. അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണ്ണത നിങ്ങൾ പൂരിതരാകുവാൻ ഇടയാക്കട്ടെ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇന്ന് നമുക്ക് ഇത്ര പേര് 10 പേര് കൂടിയിട്ടുണ്ട്. ലൈവിൽ വേറെ ആരെങ്കിലും കേൾക്കണുണ്ടായിരിക്കും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ പലതുമുണ്ട്, പല പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പറയുക, അറിവിനെ അതിശയിപ്പിക്കുന്ന ഈശോയുടെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ സമ്പൂർണ്ണതയെ നമ്മൾ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ, ഒന്ന് ഓർത്ത് നോക്കിക്കേ, ദൈവത്തിന്റെ അഭിഷേകമാ, ദൈവത്തിന്റെ ശക്തിയാ. ഈ ശക്തി നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് അവിടെ നിൽക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിലെ പ്രോബ്ലത്തിന്, അത് എത്ര മൈലുകൾക്കപ്പുറമാകട്ടെ അവൻ നിൽക്കുന്നത്, അവനവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതിനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മഹത്വം, ആദിയും അന്തവുമാകുന്ന ദൈവത്തിന്റെ മഹത്വം, വാഴ്ചകളെയും അധികാരങ്ങളെ കുരിശിൽ നിരായുധമാക്കി അവയുടെ മേൽ വിജയം ആഘോഷിച്ച ദൈവത്തിന്റെ മഹത്വം, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ദൈവത്തിന്റെ മഹത്വം, ഇതാ ഞാൻ നിനക്ക് മുൻപേ കടന്നു പോകുന്നു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ മഹത്വം, നിനക്ക് മുൻപേ ഞാൻ കടന്നുപോയി മലകളെ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ തകർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ മഹത്വം. യെശയ്യാ 45:2 പറയാ, ഞാൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകൾ നിരപ്പാക്കും. ഇന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ ശക്തി നമുക്ക് മുൻപേ കടന്നുപോയി. നമ്മുടെ ശരീരത്തിന്റെ ബലഹീനതകളെ, ജീവിതത്തിന്റെ ബലഹീനതകളെ, കുറവുകളെ നമുക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ നിമിഷം നമുക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിന് കണ്ണുകൾ കൊണ്ട് കാണണം. മലകൾ നിരപ്പാകപ്പെടുന്നു, സമതലമായി പോകും. ഹല്ലേലൂയ. ഇത് അഭിഷേകമാണ്.
ഏദനിൽ വെച്ച് ദൈവം മനുഷ്യന് പകർന്നു കൊടുത്ത അഭിഷേകമാണ്. ഏദൻ തോട്ടത്തിൽ അവനെ പ്ലേസ് ചെയ്തിട്ട് പറഞ്ഞു, നീ കീഴടക്കാൻ പറഞ്ഞു, എല്ലാത്തിനും പോയി കീഴടക്കും, പോയി ആ മലയെ കീഴടക്കുക, എന്റെ ശക്തി നിന്റെ കൂടെ ഉണ്ട്, നിനക്ക് മുൻപേ ഞാൻ കടന്നു പോകും. ഹല്ലേലൂയ. എന്റെ യേശുവെ ഞാനൊന്ന് അടിയറവ് വെക്കുന്നു കർത്താവേ പറഞ്ഞു, എന്റെ യേശുവെ ഞാനൊന്ന് അടിയറവ് വെക്കുന്നു. ഞാൻ ഓർത്ത് ഇത്ര നാളെ ഞാനാണ് ഇതിന്റെ മേൽ യുദ്ധം നടത്തുന്നത്. ഹല്ലേലൂയ. നോ, ഞാനല്ല യുദ്ധം നടത്തുന്നത്. ഈശോ കുരിശിൽ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവൻ നേടിയെടുത്ത വിജയത്തിനകത്താണ് ഞാൻ നിൽക്കുന്നത്. സമുദ്രത്തിനകത്ത് വെള്ളം നിറയപ്പെട്ടതുപോലെ ദൈവത്തിന്റെ പരിജ്ഞാനങ്ങൾ കൊണ്ട് നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളം അഭിഷേകം കൊണ്ട് നിറയപ്പെടുന്നു. അഭിഷേകം കൊണ്ട് നിറയപ്പെട്ട ഒരു വ്യക്തിക്ക് പാപത്തിൽ തുടരാൻ പറ്റത്തില്ല. അതാണ് പുതിയ നിയമം. അഭിഷേകത്തിനകത്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് അവന് പാപത്തിൽ തുടരാൻ പറ്റുന്നില്ല. പാപത്തിൽ തുടരുന്നുണ്ടോ അവൻ കർത്താവിലുള്ള കൃപ, ഈശോയുടെ ഈ സ്നേഹത്തിൽ നിന്ന് അവനിലേക്ക് വീണുപോയി. പുതിയ നിയമം തരുന്ന ഉത്തരമാണ്, അതാ പൗലോസ് തരുന്ന ഉത്തരം. ഒരു മനുഷ്യൻ ഇപ്പോഴും പാപത്തിൽ തുടരുന്നുണ്ടോ? അവനിലാണ് തുടരുന്നത്. അവൻ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് അവൻ മാറിപ്പോയി. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹം, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന യേശുവിന്റെ ആ സ്നേഹത്തെ ധ്യാനിച്ച് അവന്റെ അഭിഷേകത്തിൽ നിറയപ്പെടുന്ന വ്യക്തിക്ക് പാപത്തിൽ തുടരാൻ പറ്റത്തില്ല എന്ന് ബൈബിൾ പറയും. പാപത്തിൽ തുടരുന്നുണ്ടോ എങ്കിൽ ഒരു വ്യക്തി പാപത്തിൽ തുടരുന്നുണ്ടെങ്കിൽ എന്താ ബൈബിൾ തരുന്ന ഉത്തരം? അവൻ ഈശോയുടെ സ്നേഹത്തെ മനസ്സിലാക്കാതെ അവനിലേക്ക് മാറി, അവന്റെ പ്രാർത്ഥനയിലേക്ക് മാറി, അവന്റെ ശക്തിയിലേക്ക് മാറി, അവന്റെ കഴിവുകളിലേക്ക് മാറി, അവന്റെ മിനിസ്ട്രിയിലേക്ക് മാറി, അവനിലേക്ക് മാറി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അതായത് പ്രിയ സഹോദരങ്ങളെ, ഇപ്പൊ നമ്മൾ 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും യേശുക്രിസ്തുവിന്റെ കുരിശിലെ ബലിയിലൂടെ വീണ്ടെടുക്കപ്പെട്ട ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇന്ന് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്: എന്റെ യേശുവെ, അനീഷ് സഹോദരന് വേണ്ടി അവിടുന്ന് കുരിശിൽ സ്ഥാപിതം ചെയ്തു കഴിഞ്ഞതാണ്. അത് ആ മകന്റെ ജീവിതത്തിൽ വെളിപ്പെടണം. ആ മകന്റെ റിയൽ ഐഡന്റിറ്റി, നീ വീണ്ടെടുത്ത റിയൽ ഐഡന്റിറ്റിയിൽ നിൽക്കുവാൻ അവിടുന്ന് നിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ആ മകനെ നിറയ്ക്കണം. ഈ പ്രാർത്ഥന നമ്മൾ പരസ്പരം പ്രാർത്ഥിച്ചാൽ മതി. കാരണം നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾ കൊണ്ടും ശുശ്രൂഷകൾ കൊണ്ടും നമ്മൾ സംഭവിക്കുന്ന എന്താ? ഇപ്പൊ ഈ പ്രെയർ മീറ്റിംഗ് കഴിയുമ്പോൾ, ഈ വചനം എല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അകത്തെ മനുഷ്യർ ഭയങ്കര പവർ നിൽക്കുക. ഈ സമയത്ത് ഒന്നിനും തൊടാൻ പറ്റത്തില്ല, ഭയങ്കര ശക്തി നിൽക്കുക. നാളെ ജോലിക്കൊക്കെ പോയി വേറെ പല കാര്യത്തിനകത്ത് ഇടപെടുമ്പോൾ നമ്മളിലെ പുറമേയുള്ള മനുഷ്യൻ പല കാര്യത്തിനകത്തൂടെ കയറി പോകുന്ന സമയത്ത് പല ഭാരങ്ങൾ കയറി വരിക. അപ്പോൾ ഓർത്തോണം, കേട്ട വചനം ഉള്ളിലിരിക്കുന്ന അകത്തെ മനുഷ്യൻ പറയുന്നുണ്ട്, ഇന്നലെ കേട്ട വചനം, വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിനക്ക് വേണ്ടി ഈശോ നിന്ദിക്കപ്പെട്ടതാ, പരിഹസിക്കപ്പെട്ടതാ, നിനക്ക് വേണ്ടി അടിയേറ്റപ്പെട്ടതാ, അതുകൊണ്ട് നീ ഉയർച്ച പ്രാപിക്കണം, നിന്റെ ജീവിതത്തിൽ നീ അനുഗ്രഹിക്കപ്പെടണം, നിന്നെ ദൈവം ഉയർത്തും, മാനിക്കും, അനുഗ്രഹിക്കും, ദൈവം നിന്നെ പ്രതി ദരിദ്രനായി തീർന്നു, നിന്റെ ജീവിതത്തിൽ ഈ കൃപയുടെ സമൃദ്ധി നിറയപ്പെടുന്നതിന് വേണ്ടി ഇതിലൂടെ നീ വാഴണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമായിട്ട്. കർത്താവിന്റെ ഹൃദയത്തിന്റെ സ്വപ്നം സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിലും വെളിപ്പെടണം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ. തമ്പുരാന്റെ കരത്തെ ഒന്ന് കാണാം. ഈശോയുടെ കുത്തുതുളക്കപ്പെട്ട കൈ, എന്തിനാ യേശു എന്തിനൊന്ന് ചിന്തിച്ചു നോക്കി. വൈ ഡിഡ് ജീസസ് റിസീവ് ദിസ് പണിഷ്മെന്റ്? ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ നന്മതിന്മകളുടെ ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു വിധി പ്രഖ്യാപിക്കുന്ന വിധികർത്താവ് ആകുമായിരുന്നെങ്കിൽ കർത്താവിന് ഭൂമിയിലേക്ക് വരേണ്ട പോലും ആവശ്യമില്ല. മോശ വഴിയുടെ നിയമം കൊടുത്തിട്ട് ദൈവത്തിന് അവിടെ നിന്നാ മതിയായിരുന്നു. ഇനി വരുന്നവരെല്ലാം ഇത് പാലിക്കുന്നവൻ കയറി പോട്ടെ, ഇത് പാലിക്കാത്തവൻ അപ്പുറത്തോട്ടും പോട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്ക് അവിടെ ത്രാസുമായിട്ട് നിൽക്കായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും പലപ്പോഴും അങ്ങനെ ഒരു ചിന്ത പലരും അടിച്ചേൽപ്പിക്കാറുണ്ട്. പക്ഷെ അത് ബൈബിളുമായിട്ട് ബന്ധമില്ല, പുതിയ നിയമമായിട്ട് ബന്ധമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിന് 1-ാം അധ്യായത്തിൽ നമ്മൾ ഞാനത് വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ചിലവരുടെ മനസ്സിന്റെ ഉള്ളിനുള്ളിൽ വീണ്ടും ആ ചോദ്യം ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഈ വചനം നമ്മൾ എപ്പോഴും വായിക്കണം. 17-ാം വാക്യം, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം: നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ. നിയമം ആര് വഴി നൽകപ്പെട്ടത്? മോശ വഴി നൽകപ്പെട്ടു. കൃപയും സത്യവുമാകട്ടെ. യേശുക്രിസ്തു വഴി ഉണ്ടായെന്ന് എഴുതിയേക്കുന്നു. സി, സത്യം ഉണ്ടായത് യേശുവിലൂടെയാണ്.
അപ്പൊ അതിനു മുമ്പുള്ളതെല്ലാം വ്യാജമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. അപ്പൊ നിലനിൽക്കുന്നതായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഈശോയിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. അതെന്താ? പരിശുദ്ധ കുർബാന എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ, വലിയൊരു അഭിഷേകം ഞങ്ങളുടെ ഉള്ളിലേക്ക് അയക്കപ്പെടുന്നതിന് ഓർത്ത് നന്ദി പറയും. ജീവിതത്തില് ചില വിഷയത്തിനകത്ത് മോശയുടെ നിയമപ്രകാരം പാപം ചെയ്തുവെന്ന് നിങ്ങൾക്ക് തന്നെ നല്ല ബോധ്യമുള്ള, അതായത് കൽപ്പനകൾ ലംഘിച്ചു ജീവിതത്തിൽ എന്ന് നല്ല ബോധ്യം ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഈ കൂട്ടായ്മയിലുള്ള 1-2 പേരെ യേശു ഇങ്ങനെ ഒരു കൈ, 2 പേര് എന്റെ കൈ ഈശോ ഇങ്ങനെ 2 കൈ ഇങ്ങനെയാണ്, 2 പേരുകൾ ഇങ്ങനെ അടിച്ചു ഉള്ളിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈശോ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു ബോധ്യം അതിനകത്ത് കിടപ്പുണ്ട്. ആ കുറ്റബോധം ഉള്ളിലോട്ട് ജനിക്കുന്ന സമയത്ത് കൊളോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം, ഹല്ലേലൂയ, കൊളോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം നിങ്ങൾ വായിക്കണമെന്ന് യേശു പറയും. ഈ ഒരു കാര്യത്തിനകത്ത് ലോകത്തിൽ മറ്റാർക്കും നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരച്ഛനോ ഒരു ബ്രദറോ ഒരു സുവിശേഷകനോ അല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപത്തിന്റെ നിയമത്തിന്റെ ലംഘനത്തിന് ശിക്ഷ ഏറ്റെടുത്ത്. നിങ്ങൾക്ക് ഒരു സൂപ്പർ ഹീറോ ആയിട്ട് ഒരു അച്ഛനോ ഒരു ബ്രദറോ മറ്റാരും വരാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വ്യക്തികളെ നോക്കി കർത്താവ് പറയും, നിങ്ങളുടെ ഉള്ളിലെ കുറ്റബോധം വരുന്ന സമയത്ത് നിങ്ങൾ അച്ഛന്മാരുടെ അടുക്കിലേക്കോ ബ്രദർമാരുടെ അടുക്കിലേക്കോ ഓടുന്നതിന് മുൻപ് കൊളോസ്യസ് 2:14 വായിക്കാൻ യേശു ആവശ്യപ്പെടും. ഏതെങ്കിലും അച്ഛനോ ബ്രദറിന്റെ അടുത്ത്, ഇപ്പം നിങ്ങളുടെ വലിയ ഭയങ്കര അഭിഷേകമുള്ള വൈദികനാ, അച്ഛനാ, ബ്രദറാ, ഭയങ്കര പ്രാർത്ഥിക്കുന്ന ബ്രദറാന്ന് പറഞ്ഞാൽ ബ്രദറിനെ വിളിച്ചില്ല, ബ്രദറിനെ കൈ ഒന്ന് കാണിക്കാൻ പറയും. കയ്യെ തുളയുണ്ടോ നോക്കണം. തുളയില്ല. തുളയുള്ള ഒരാളുടെ കയ്യിലേ ഉള്ളൂ. ആരുടെ കയ്യിലാ? നിനക്ക് വേണ്ടി മരിച്ച യേശുവിന്റെ കയ്യില്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാ വിഗ്രഹങ്ങളും, മനസ്സിൽ അമിതമായി ആരാധന മൂലം വെച്ചിരുന്ന വിഗ്രഹങ്ങൾ ഒട്ടയട്ടെ യേശുവിന്. കൊളോസ്യർ 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ ആരാ മായ്ച്ചു കളഞ്ഞേ? ഒരു ബ്രദർ, ഒരച്ഛൻ, ഏതെങ്കിലും സുവിശേഷ പ്രഘോഷകൻ, പ്രാർത്ഥനക്കാരൻ, നമ്മുടെ ഹീറോ ആയിട്ടുള്ള കരിസ്മാറ്റിക് പ്രഭാഷകൻ മായ്ച്ചു കളഞ്ഞു എന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല. നമുക്ക് ദോഷകരമായ ലിഖിത നിയമങ്ങളെ ഈശോ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ഇന്ന് നിന്റെ ഉള്ളിലോട്ട് ഇത് കയറി വരുന്ന സമയത്ത് ഓർത്തോണം, അവന്റെ കൈകൾക്കുള്ളിലോട്ട് കൂർത്തയാണി അടിച്ച് തറയ്ക്കുന്ന സമയത്ത് നീ അനുഭവിച്ച പാപത്തിന്റെ സുഖത്തിന്റെ ശിക്ഷ മുഴുവൻ അവൻ ശരീരത്തിലോട്ട് ഏറ്റെടുത്തുകൊണ്ട് നിനക്കെതിരെ നിന്ന ലിഖിത നിയമങ്ങളെ അവൻ സ്വന്തം ശരീരത്തിലൂടെ മായ്ച്ചു കളഞ്ഞു. തന്റെ മരണത്തിലൂടെ അവൻ നീക്കം ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവൻ കുരിശിൽ തറച്ച് കാര്യം ഇവിടെ പറയുന്നത്. എന്റെ ജീവിതത്തിൽ വലിയ വീഴ്ച വന്നു പോയി. ഞാനിപ്പോ ഓടിക്കൊണ്ടിരിക്കുക ഒരു റിട്രീറ്റ് സെന്ററിൽ നിന്ന് അടുത്ത റിട്രീറ്റ് സെന്ററിലേക്ക്. ഒരു ബ്രദറിനെ വിളിക്കുന്നു, ഫോൺ വെച്ച് കഴിയുമ്പോൾ അടുത്ത ആളെ ഞാൻ വിളിക്കുക. കാരണം എനിക്ക് സ്വസ്ഥത കിട്ടുന്നില്ല, എന്റെ ഉള്ളിൽ വല്ലാത്ത ഭാരം കയറി വരുന്നു. ഇതെല്ലാം എന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണെന്ന് ചിന്തിക്കുന്നതിന് മുൻപ് ഈ ബ്രദറോ ഈ പറയുന്ന അച്ഛന്മാരോ ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിയിൽ ഇന്നുള്ള സെറ്റപ്പ് ഒന്നും ഉണ്ടാകുന്നതിന് മുൻപ് നിനക്കും എനിക്ക് വേണ്ടി നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ ആരാ മായ്ച്ചു കളഞ്ഞത്? നിനക്ക് വേണ്ടി മായ്ച്ചു കളഞ്ഞ ഒരൊറ്റൊരാളേ ഉള്ളൂ, ഈശോ. നിനക്ക് വേണ്ടി മായ്ച്ചു കളഞ്ഞവൻ. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ, ആ നിയമങ്ങൾ നിന്നെ നോക്കി പറയുക, ഇവൾ പാപിയാണ്, ഇവൾ യാതൊരു അനുഗ്രഹത്തിന് യോഗ്യതയില്ലാത്തവളാന്ന് പറയുന്ന ആ നിയമത്തിന്റെ മുൻപിലോട്ട്, ഹല്ലേലൂയ, നിന്നെ നോക്കി ക്ലെയിം ചെയ്യുന്ന ആ ക്ലെയിംസിന്റെ ആ ക്ലെയിം ഇങ്ങനെ നിന്നെ തറയ്ക്കാൻ വരുമ്പോ ആ തറയ്ക്കുന്ന ആണി, ഒരു ക്ലെയിം നോക്കി ഇങ്ങനെ ക്ലെയിം ഇങ്ങനെ വരുമോ നിന്നെ തറയ്ക്കാൻ, ആ ക്ലെയിമിന്റെ അകത്തോട്ട് വന്ന് ഒരാൾ കൈകൊണ്ടേ വെച്ചു. അപ്പൊ നിന്റെ മേലോട്ട് വരേണ്ട ആണി ആ കൈക്കകത്തോട്ട് കുത്തി തുളക്കപ്പെട്ടു. ഇപ്പോഴാണ് ഇതിന്റെ ശക്തി മനസ്സിലാകേണ്ടത്. അതായത് നിന്റെ ശരീരത്ത് വരേണ്ട ഒരു ആണി നിന്റെ കൈ കുത്തിത്തുളക്കപ്പെടേണ്ടതായിരുന്നു. ആ കുത്തിത്തുളക്കപ്പെടേണ്ട സ്ഥലത്താണ് ഈശോയുടെ കരം കുത്തിത്തുളക്കപ്പെട്ടത്. നിന്റെ കരം കുത്തിത്തുളക്കപ്പെടേണ്ട സ്ഥലത്ത് ഈശോയുടെ കരം കുത്തിത്തുളക്കപ്പെട്ടു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും
അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. അതായത് വലിച്ചു പറിച്ചു കളഞ്ഞെന്ന്. ഇനി എന്റെ മകളെ ചോദ്യം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ അവളെ ഇതിന്റെ പേരിൽ ക്ലെയിം ചെയ്യാനോ ഒന്നിനെ ഞാൻ അനുവദിക്കത്തില്ല. നിന്റെ മേൽ ഏറ്റവും അവകാശമുള്ളത് യേശുവിനായി മാറി. അതിനി ഒരൊറ്റ അർത്ഥം വിചാരിച്ചാൽ അതിന്റെ മേളിലോട്ട് പണിയാൻ പറ്റത്തില്ല. നിന്റെ മേൽ ഏറ്റവും അവകാശം ഈശോയ്ക്കായി മാറിപ്പോയി. ഇനിയിപ്പോ ആര് ശ്രമിച്ചാൽ, നിനക്ക് എത്ര വലിയ സൂപ്പർ ഹീറോ ഉണ്ടായെന്ന് പറഞ്ഞാലും അവനൊന്നും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ മേലുള്ള ഏറ്റവും വലിയ അവകാശം ഈശോയ്ക്കായി മാറിപ്പോയി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി നിന്നെ പറ്റിച്ച് നിന്റെ കാശടിച്ച് മാറ്റാനോ നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കാനോ ഒരുത്തനെ കർത്താവ് അനുവദിക്കുന്നത്. ഒരു പ്രാർത്ഥനക്കാരൻ നിന്റെ ജീവിതത്തിലെ കുറവിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിനെ കാശാക്കാനുള്ള ഒരു തന്ത്രത്തെ കർത്താവ് ഇനി അനുവദിക്കത്തില്ല. വചനം കേൾക്കുന്നതിലൂടെ യേശു തന്നെ ദിവ്യകാരുണ്യമായി തീർന്നവൻ തന്നെ നിന്റെ സൂപ്പർ ഹീറോ ആയി മാറിയിരിക്കുകയാണ്. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെ, അടുത്ത വാക്യം കേട്ടോ, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. ഇവിടെ മനസ്സിലാക്കണം, ഇതെനിക്ക് വേണ്ടി ഏറ്റെടുത്തവൻ എനിക്ക് വേണ്ടി ഇത് നിരായുധമാക്കി, വേറെ ആർക്കും വേണ്ടിയില്ല. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട്. എനിക്കറിയാമല്ലോ ആരൊക്കെ കേൾക്കുന്നുണ്ടെന്ന്. സജയവും മിന്റുവും നിസയും മേഴ്സേച്ചി എല്ലാവരും, മായച്ചേച്ചി എല്ലാവരുടെ കർത്താവ് പറയാം, നിങ്ങളുടെ മേൽ എന്റെ അവകാശം വന്ന സമയത്ത് കുരിശിൽ ഞാൻ ആഘോഷിക്കുമായിരുന്നു. അങ്ങനെ തന്നെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ കുരിശിൽ അവയുടെ മേൽ, ആരുടെ മേൽ? നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന സകല ആധിപത്യങ്ങളുടെ മേൽ, പൈശാചിക അരൂപികളുടെ മേൽ യേശു വിജയം ആഘോഷിച്ചു. അവൻ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി. ഹല്ലേലൂയ. എന്റെ യേശു കുരിശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് സ്വർഗത്തിലുള്ള സന്തോഷം എന്താണെന്നറിയോ? ചിലപ്പോൾ നിസയോട് ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയ സമയങ്ങളിൽ ഞാൻ പറയും, നിസ വാ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു അഭിഷേകം കർത്താവ് പകരും കേട്ടോ. യേശു കുരിശിൽ സകലതും പൂർത്തീകരിച്ചു എന്നങ്ങ് പറഞ്ഞു. ചിലപ്പോൾ ആൾക്കാർ ഇതെന്താ എപ്പോഴും പറയുന്നത്, പക്ഷെ ഓരോ തവണ പറയുന്ന സമയത്തും അതിനകത്തൊരു പവർ ഉണ്ട്. കാരണം സ്വർഗത്തിൽ വലിയൊരു സന്തോഷം ആ സമയത്ത് നടക്കുക. സ്വർഗത്തിൽ വലിയ സന്തോഷം നടക്കുക. പാതാളത്തിലും അതിന്റെ എഫക്റ്റ് ചെന്നുകൊണ്ടിരിക്കുക. കാരണം സംഭവിച്ചു കഴിഞ്ഞ കാര്യ അവിടെ എല്ലാ സംഭവത്തെ നിരായുധമാക്കിയതാ. ഈ സംഭവം ഇവന് പിടികിട്ടി. അയ്യോ, ഇത് പിടികിട്ടിയ സമയത്ത് സ്വർഗവും ഭൂമിയും പാതാളവും അവിടെ മുഴങ്കാലും അടക്കം മുട്ടുമേ നിൽക്കുക. എന്നിട്ട് പറയുക, യേശു കർത്താവാണ്, യേശു കർത്താവാണ്. ഇന്ന് കണ്ണടച്ചെന്ന് പറഞ്ഞ്, എന്റെ യേശു എനിക്ക് വേണ്ടി കുരിശിൽ സകലതും ചെയ്തു കഴിഞ്ഞു. എന്റെ യേശു എനിക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്റെ യേശു സകലതും 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 എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. He disarmed the principalities, the powers, everything. എന്റെ ഈശോ എനിക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു. എന്റെ ഫ്യൂച്ചറിന് വേണ്ടത്, എന്റെ ജീവിതത്തിന് വേണ്ടത് മുഴുവനും എന്റെ ഈശോയുടെ മരണത്തിലൂടെ അവിടുന്ന് എനിക്ക് വേണ്ടി നൽകി കഴിഞ്ഞിരിക്കും. ഞാനതിൽ വിശ്വസിക്കുന്നു, ഞാനതിനെ ഏറ്റെടുക്കുന്നു. നല്ല തമ്പുരാനെ, ഇന്ന് രാത്രി ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വലിയൊരു ആത്മാവിന്റെ പ്രവാഹം ഒഴുകി ഇറങ്ങുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മുൻപോട്ട് പോകുവാൻ കഴിയാത്തവണ്ണം തടസ്സങ്ങൾ നിൽക്കുന്ന മേഖലകളിൽ ഏതനിൽ ഇറങ്ങിയ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കുമ്പോൾ വലിയ സ്വാതന്ത്ര്യം ഇപ്പോൾ ഞങ്ങളുടെ മധ്യേ വെളിപ്പെടുന്നതിനായി നന്ദി പറയുക. ഈ സ്വാതന്ത്ര്യത്തിലേക്ക് അവിടെ ഞങ്ങളെ നയിക്കുന്നതിനായി നന്ദി പറഞ്ഞു. പ്രത്യേകമായി ആശ ചേച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുരിശിലേശു ആശ ചേച്ചിക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചതിനായി നന്ദി പറയുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ് ഫോർ ആശ ചേച്ചി ആൻഡ് ഫാമിലി. ഏതെനിലിറങ്ങിയ അഭിഷേകത്തിന്റെ പൂർണ്ണതയിൽ ഈ മകളെ പരിപൂർണയാക്കപ്പെട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതിന്റെ നിറവുകളും അനുഗ്രഹങ്ങളും ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടവരുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. മേരി വത്സല ബോബനെ സമർപ്പിക്കുന്നു. യേശു ക്രൂശിൽ സകലതും പരിശുദ്ധ കുർബാനയായി തീർന്നതിലൂടെ ഈ മകൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞതിനായി നന്ദി പറയുന്നു. പരിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് ഓരോ ദിവ്യകാരുണ്യ അത്ഭുതത്തിലും യേശു പറയാൻ ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ല, കാരണം വചനം പിടികിട്ടില്ലായിരുന്നു. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നപ്പോൾ യേശു പറയാൻ ആഗ്രഹിച്ചത് ഈ ഒരു സന്ദേശമാണെന്നുള്ള കാര്യം അനേകരിൽ എത്തിക്കുവാൻ മേരി വത്സല ബോബനെ സ്വർഗം അഭിഷേകം ചെയ്ത് ശക്തിപ്പെടുത്തി. കുരിശിൽ യേശു ഈ മകൾക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞതിന്റെ ആ വലിയ സമാശ്വാസം നിന്റെ മകളുടെ ഉള്ളിൽ നിറയപ്പെടുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മായച്ചേച്ചിയെ സമർപ്പിക്കുന്ന കർത്താവ് മായച്ചേച്ചിയുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സകല കാര്യത്തിൽ
ഈശോ നിയന്ത്രണം ഏറ്റെടുത്തതിന് നന്ദി പറയും. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ്. ക്രൂശിൽ സകലതിനെ നിഷ്കാസനം ചെയ്ത് എതിരെ നിന്ന ലിഖിത നിയമങ്ങളെ ഈശോ മായ്ച്ചു കളഞ്ഞുകൊണ്ട് ആ കൈകളിലേക്ക് കൂർത്തയാണി അടിച്ചു കയറുന്ന സമയത്ത് മായേന്ന് ഈശോയുടെ ഉള്ളിൽ വിളിയുണ്ടായിരുന്നു. മായ്ച്ചേച്ചി, ഈശോയുടെ വലിയ കരുണ മായ്ച്ചേച്ചിയെ പൊതിഞ്ഞു പിടിക്കുന്നു. വലിയ കൃപയുടെ അഭിഷേകം മായ്ച്ചേച്ചിയുടെ മേൽ നിറയപ്പെടുന്നു. യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ വലിയ റെവലേഷൻ ചേച്ചി ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഷിക്കാഗോയിൽ വ്യക്തികൾക്കിടയിൽ പങ്കുവയ്ക്കുവാനുള്ള ഒരു ഇവാഞ്ചലൈസേഷൻ ഗ്രേസ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പകർന്നു വരുന്നതായിട്ട് കാണിക്കുന്നത്. ഔസേപ്പിതാവ് പ്രത്യേകമായിട്ട് പവിത്ര മേലക്കിക്കൊണ്ട് ഈ സമയത്ത് എല്ലാവരെയും, പ്രത്യേകിച്ച് മാച്ചേച്ചിനെ ഒരു പവിത്ര മേലങ്കി ഇങ്ങനെ പുതപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ മേഴ്സേച്ചി എല്ലാവരും കാണിക്കുന്നുണ്ട്. പവിത്ര മേലങ്കയുടെ വലിയൊരു ആവരണം തന്നെ നമ്മുടെ എല്ലാവരുടെയും ചുറ്റും വെളിപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി 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 നന്ദി. പ്രത്യേകമായിട്ട് ശുശ്രൂഷയുടെ അഭിഷേകം മേരി വത്സല ബോബൻ മാഴ്സേച്ചി ശുശ്രൂഷയുടെ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. മേഴ്സേച്ചിയെ സമർപ്പിക്കുന്നു. ഇതുപോലുള്ള ഇന്റർസെഷൻ ആർമികളെ രൂപപ്പെടുത്തുവാനുള്ള ഒരു അഭിഷേകം, സ്വർഗത്തിന്റെ ശക്തിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ രാത്രികാലങ്ങളിൽ ഒരുമിച്ചിരുന്ന പ്രാർത്ഥിക്കുവാനുള്ള ഇന്റർസെഷൻ ആർമീനെ സ്വർഗം മേഴ്സേച്ചിയിലൂടെ ഒരുക്കിക്കൊണ്ട് വരുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൂതന്മാരുടെ വലിയൊരു ഗണം തന്നെ ഊരിപ്പിടിച്ച വാളുമായി സെയിന്റ് മൈക്കിൾ, സെയിന്റ് ഗബ്രിയേൽ, സെയിന്റ് റഫായേൽ ഇടത്തും വലത്തും മുൻപ് പിൻപും നിന്നുകൊണ്ട് വഴി നടത്തുന്ന കൃപ വ്യാപരിക്കുന്നു. യേശു ക്രൂശിൽ സകലത മേഴ്സേച്ചിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞതിനെ നന്ദി പറയും. ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ പ്രതി അബാപിതാവിന്റെ വലിയ കരുണ കർത്താവേ ആ കുടുംബത്തിന് മേൽ വ്യാപരിച്ച് അയക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മിന്റുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുരിശിൽ മിന്റുവിന് വേണ്ടത് മുഴുവനും പൂർത്തീകരിക്കപ്പെട്ടെന്ന്. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ഈശോ കുരിശിൽ നിരായുധമാക്കിയ സമയത്ത് അതിന്റെ ആഘോഷം മകളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് തമ്പുരാൻ ലോകസ്ഥാപനത്തിന് മുൻപേ തിരുമനസ്സായല്ലോ. കർത്താവെ, കുരിശിൽ അങ്ങയ്ക്ക് വേണ്ടത്, കുരിശിൽ ഈ മകൾക്ക് വേണ്ടത്, ഈ മകളുടെ തലമുറകൾക്ക് വേണ്ടത് എല്ലാം അവിടുന്ന് പൂർത്തീകരിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അതിന്റെ അനുഗ്രഹത്തിന്റെ വ്യാപാരം, അതിന്റെ അനുഗ്രഹത്തിന്റെ നിറവ് അത് വെളിപ്പെട്ടു വരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇനിയും അനേക രാജ്യങ്ങൾക്ക് വെളിച്ചമായി തീരുവാൻ അവിടുന്ന് ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിസ്സയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുരിശിൽ സകലതും യേശു പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന മെസ്സേജ് അനേകർക്ക് പങ്കുവയ്ക്കുവാൻ ഈ മകളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ മകൾക്കും കുടുംബത്തിനും വേണ്ടത് മുഴുവനും യേശു ക്രൂശിൽ പൂർത്തീകരിച്ചതിനായി നന്ദി പറയുന്നു. പരിശുദ്ധ കുർബാനയിലൂടെ അവൻ നൽകപ്പെട്ടതിനായി നന്ദി പറയും. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നിസ്സയും കുടുംബവും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ആ വചനം പ്രത്യേകമായി നിസ്സയിലേക്ക് അത് വ്യാപരിച്ചിറങ്ങുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്ന്, യേശു കുരിശിൽ സകലതും പൂർത്തീകരിച്ചതിന്റെ പൂർണ്ണതയിൽ നിന്ന്, ഈ വചനമാണ് നിസ്സ ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്തതെന്ന് യേശു എടുത്ത് കാണിക്കുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നിസ്സ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. എന്നെ സമർപ്പിക്കുന്ന കർത്താവ്, ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടത് മുഴുവനും ഈശോ കുരിശിൽ ചെയ്ത് കഴിഞ്ഞല്ലോ. ഈശോയെ ഒരിക്കൽ കൂടി ഞങ്ങൾ കാണുന്നു. ആ നഗരവീഥികളിലൂടെ അവിടുത്തെ ശരീരം വലിച്ചഴക്കപ്പെട്ടപ്പോ, അവിടുന്ന് കൂർത്ത ആണുകൾ കൊണ്ട് അവിടുത്തെ ശരീരം കുത്തിത്തുളയ്ക്കപ്പെട്ടപ്പോ, അറവശാലകളിലുള്ള മൃഗങ്ങളോട് കാണിക്കുന്ന പരിഗണന പോലും അവർ കാണിക്കാതിരുന്നപ്പോ, കർത്താവേ, അവിടുത്തെ ശരീരത്തിൽ നിന്ന് ധാരധാരയായി ഒഴുകിയിറങ്ങുന്ന തിരുരക്തം ഇന്ന് ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ വ്യാപരിക്കുന്നതിന് സൗരങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ കുരിശിൽ നിന്ന് രക്തം ഒഴുകി ഇറങ്ങി നമ്മുടെ ശിരസ് മുതൽ പാദം വരെ ഈ നിമിഷം ഒഴുകി 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 ഇറങ്ങുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ക്ലെയിംസിനെയും ഈശോയുടെ മരണത്തിലൂടെ അവിടുന്ന് അതിന്റെ മേൽ വിജയം നേടിയതാണ്. ആ ക്ലെയിംസിനെ എടുത്തു കളഞ്ഞു. ഇനി നമ്മുടെ മേൽ ആധിപത്യമുള്ളത്, നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്, നമ്മുടെ മേൽ നിയന്ത്രണമുള്ളത് ഈശോയ്ക്കാണ്, ഈശോയുടെ ആത്മാവിനാണ്. നമുക്ക് എളുപ്പപ്പെടാം, വിട്ടുകൊടുക്കാം. 1 പത്രോസ് 5:7 പറയുന്നു, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇതാ പുതിയ നിയമത്തിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന 1 പത്രോസ് 5:6-7. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. എല്ലാം അവൻ നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പരിശുദ്ധയായ ദൈവമാതാവേ, ഞങ്ങൾ കേട്ട വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യൗസപിതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിരന്തരമായ യൗസപിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം മുഴുവൻ
എല്ലാ വിശുദ്ധരും രക്തസാക്ഷികളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ശക്തമായി സ്തുതിക്കാം. വലിയൊരു അഭിഷേകം ആഗ്രഹിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരബലബലബല 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 അഭിഷേകം, 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 തീ അഭിഷേകം, തീ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ സ്വർഗീയ അഭിഷേകം സഹ്യോൻ മാളികമുറിയിൽ ഇറങ്ങിയതുപോലെ അഭിഷേകത്തിന്റെ വലിയൊരു അഭിഷേകം, 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 തീ അഭിഷേകം, തീ അഭിഷേകം, തീ അഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ശരബലബലബലബല യേശുവേ മഹത്വം, 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 മഹത്വം. Thank you Jesus, thank you Jesus, thank you Jesus, thank you Holy Spirit for your wonderful യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. നിത്യസ്തുതിക്ക് യോഗ്യനായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും നിത്യസ്തുതിക്ക് യോഗ്യനായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തിനാൽ, പുത്രനാം ഈശോയുടെ കൃപയാൽ, പരിശുദ്ധാത്മാ ദൈവത്തിന്റെ സംബന്ധത്തിനാൽ, സഹവാസത്തിനാൽ, പവിത്ര മേലങ്ങളുടെ വലിയ ശക്തിയാൽ, പിതാവിന്റെ വലിയ മാധ്യസ്ഥത്തിനാൽ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മാധ്യസ്ഥത്തിനാൽ ഇനി കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തിട്ടുള്ള സകല മക്കളെയും, ഇപ്പോൾ കേട്ട് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ള മക്കളെയും, ഇനി കേൾക്കാൻ പോകുന്ന മക്കളെയും പൊതിഞ്ഞു പിടിക്കുമാറാകണമേ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കിടക്കുന്നതിനും ഒരു 5 മിനിറ്റ് ഇന്ന് കേട്ട വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് കൂട്ടായ്മയിൽ വന്നിട്ടുള്ള എല്ലാ മക്കളെയും, ഇത് കേൾക്കാൻ നിയോഗിക്കപ്പെട്ട എല്ലാ മക്കളെ സമർപ്പിച്ച് നിങ്ങൾ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിച്ചിട്ടേ കിടക്കാവുള്ളൂ. വ്യക്തിപരമായ ഈശോ നമ്മളോട് സംസാരിക്കും. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കിടയിലും വലിയൊരു അഭിഷേകം കടന്നു വരുമെന്ന് ഈശോ പറയുന്നുണ്ട്. കിടക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് എല്ലാം തന്നു കഴിഞ്ഞതിനായിട്ട്, എന്ത് വിഷയങ്ങളായിക്കോട്ടെ അതിനകത്ത് ഉത്തരം ദൈവം നൽകി കഴിഞ്ഞതിനായിട്ട് നന്ദി പറഞ്ഞു എല്ലാവരെ സമർപ്പിച്ചു. നമ്മുടെ കൂട്ടായ്മ, കൊച്ചു കൂട്ടായ്മ അല്ലെ, 10 പേരെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ വൈകിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ആവേ മരിയ. പറയാനുണ്ടോ? ഇല്ല ബ്രദറെ, പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനില്ല. നാളെ വൈകിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എന്റെ ഇന്റർവ്യൂ ഇന്ന് കഴിഞ്ഞു. അറിയില്ല എങ്ങനെയാവുന്നില്ല.